നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ പോലീസ് സംവിധാനത്തിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില ഓഫീസർമാരുടെ അവരുടെ പ്രവർത്തികളും അത് ഈ സമൂഹത്തിനെ എത്രത്തോളം ദോഷമായി ബാധിക്കുന്നു, എത്രത്തോളം പൊതുപ്രവർത്തകരെ ബാധിക്കുന്നു എന്ന വിഷയം കഴിഞ്ഞ കുറേ ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്കും ഞാൻ പൊതുസമൂഹത്തിൽ പറഞ്ഞ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായ പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് DGPയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ശക്തമായ നടപടിയുണ്ടാകും. ഈ ഗവൺമെന്റ് നീതിപൂർവമായ നിലപാട് സ്വീകരിക്കും എന്ന് ആവർത്തിച്ച് ഈ സമ്മേളനങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, അന്വേഷണം ആരംഭിച്ച് ദിവസങ്ങൾക്കകം 3, 4, 5 ദിവസമേ ആയിട്ടുള്ളൂ. ഈ വിഷയത്തിൽ മലപ്പുറത്തെ SP ആയിരുന്ന സുജിത് ദാസ് IPS ആ അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നടപടികളിലേക്ക് കടന്നു എന്നതിന്റെ ആദ്യ സൂചനയാണ്. സുജിത് ദാസിന്റെ സസ്പെൻഷനിലൂടെ കേരളീയ പൊതുസമൂഹത്തിന് ഈ ഗവൺമെന്റ് നൽകിയിട്ടുള്ള വ്യക്തമായ സന്ദേശം. അപ്പോ ഞാൻ ആ പരാതിയിൽ ഉന്നയിച്ച പ്രധാന വിഷയങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ച 2-3 പ്രധാനമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്ത വിഷയം, ഒന്ന് സ്വർണ്ണക്കള്ളക്കടത്തും, രണ്ടാമത്തേത് കൊന്നും കൊല്ലിച്ചും മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം പോലീസിലെ ഒരു ക്രിമിനൽ സംഘത്തിനുണ്ടോ, അതുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് വ്യക്തമായി ആ സംശയം പത്രസമ്മേളനത്തിൽ നിങ്ങളുടെ മുന്നേ ഞാൻ പ്രകടിപ്പിച്ചാണ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇപ്പോ ഈ ഒരു പത്രസമ്മേളനം ഇന്ന് ഞാൻ നടത്തണം എന്ന് ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. കാരണം നാളെ തൃശ്ശൂർ DIG എൻ്റെ മൊഴിയെടുക്കാൻ വരികയാണ്. അദ്ദേഹത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ കൂടെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും ഈ അന്വേഷണത്തിൽ നീതി ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കേരളത്തിന്റെ പോലീസിൽ പുഴുക്കുത്തുകളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. സ്വാഭാവികമായും സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ്. തൃശ്ശൂർ IG കുറിച്ച് എനിക്ക് കിട്ടിയ വിവരം അദ്ദേഹം ഒരു നല്ല ഓഫീസറാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കിയതിൽ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സത്യസന്ധമായൊരു അന്വേഷണം അദ്ദേഹം നടത്തിയേക്കാം. പക്ഷേ ഒരു IG നേരിട്ട് കേസ് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ IGക്ക് നേരിട്ട് താഴേക്കടയിൽ വന്ന് അന്വേഷിച്ച് കണ്ടെത്താവുന്നതല്ല. അദ്ദേഹത്തിന്റെ ഒരു ഹയറാർക്കി ഉണ്ടാവും. പോലീസിന്റെ സിസ്റ്റം അതാണ്. ആ സിസ്റ്റത്തിൽ തെളിവുകൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ കേസിനെ വഴിതിരിച്ചു വിടാനോ ഈ പറഞ്ഞ പുഴുക്കുത്തുകളിൽ പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള സാധ്യത ഞാൻ മുൻകൂട്ടി കാണുകയാണ്. ആ മുൻകൂട്ടി കാണലിന്റെ അടിസ്ഥാനത്തിലാണ് ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. കാരണം ചില തെളിവുകൾ, എൻ്റെ ചില കണക്കൂട്ടലുകൾ, എനിക്ക് കിട്ടിയ ചില അറിവുകൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് PV Anwar ഇതൊക്കെ പറഞ്ഞത് എന്ന ഒരു സന്ദേഹം കേരളത്തിലെ ജനങ്ങൾക്കും നിങ്ങൾക്കും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. അതിൽ ഞാൻ പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു വിഷയം, ഏകദേശം 1 വർഷം മുമ്പ് എടവണ്ണയിൽ, എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് 2 കിലോമീറ്റർ അപ്പുറത്ത് എൻ്റെ പഞ്ചായത്തിൽ നടന്ന
റിദാൻ ബാസിൽ കൊലപാതകമാണ്. റിദാൻ ബാസിൽ വെടിയേറ്റാണ് മരിച്ചത് എന്നാണ് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരുപാട് ദുരൂഹമായ ചർച്ചകൾ ആ കേസിന്റെ ആ സമയത്ത് തന്നെ എടവണ്ണയിലും എൻ്റെ വീട്ടിൻ്റെ പരിസരങ്ങളിലും ആ നാട്ടിലെ ജനങ്ങളിലും അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരിലും കേസന്വേഷണവുമായി ബന്ധപ്പെട്ട അതിനുശേഷം ഞാൻ കണ്ടുമുട്ടിയ ചില പോലീസ് ഓഫീസർമാരിലൊക്കെ ചെറിയ ചെറിയ ദുരൂഹതകൾ ഇതിലുണ്ടായിരുന്നു. സ്വാഭാവികമായും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള എസ് പി ആണ് മലപ്പുറത്തെന്നും ആ എസ് പിയെ ഇവിടെ വാഴാൻ അനുവദിക്കുന്നത് ADGP അജിത് കുമാർ ആണെന്നുമുള്ള ബോധ്യത്തിൽ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞാനുണ്ടായിരുന്നു. അപ്പം അതിലിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഞാൻ ഈ മരിച്ച റിദാൻ ഫാസിലിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള അവൻ്റെ റിദാനിൻ്റെ അനിയൻ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട അവന് ഫാദറില്ല, എളാപ്പയാണ് കാര്യങ്ങൾ നോക്കുന്നത്. എളാപ്പ, അദ്ദേഹത്തിൻ്റെ അനിയൻ, ആ കുടുംബം, അവരുടെ ഉമ്മ, ഇവരുമായി വിശദമായി കാര്യങ്ങൾ 2-3-4 തവണയായി സംസാരിച്ചു. അപ്പോൾ ആ കേസിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് അവർ പറയുന്നത് ഈ കഴിഞ്ഞ പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി ഏകദേശം 8 മണിയോട് കൂടിയിട്ട് മരിച്ച റിദാൻ ഫാസിലിന്റെ സുഹൃത്തായ ഷാൻ അവിടെ വരികയും അത് ഷാൻ ഇങ്ങോട്ട് വിളിച്ചതാണ് എന്നും അല്ല റിദാൻ ഫാസിൽ അങ്ങോട്ട് ഫോണിൽ വിളിച്ചതാണ് എന്നുള്ളൊക്കെ കൺഫ്യൂഷൻ നിൽക്കണം. അതൊക്കെ ചെറിയ ചെറിയ കൺഫ്യൂഷനുകളാണ്. അവിടെ വരുന്നു, റിദാൻ ഫാസിൽ ഭാര്യയോട് പറയുന്നു, ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്, ഒരു 10-10:30 മണിക്ക് തിരിച്ചെത്തൂ. അപ്പോൾ വൈഫ് പറഞ്ഞു, പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്, നിങ്ങൾ പെട്ടെന്ന് വരാൻ നോക്കണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഈ കൊന്നു എന്ന് പറയപ്പെടുന്ന ഷാൻ ഒരു സ്കൂട്ടറുമായി അവിടെ വരുന്നു. 8 മണിക്ക് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, അവർ പോകുന്നു. അതിനുശേഷം ആ കുട്ടി പറഞ്ഞ മൊഴി ഞാൻ പറയുന്നതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ഓർമ്മ പശകൾ ഉണ്ടാവും, എന്നാലും കാതലായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ 8 മണിയോടുകൂടി ഇവരവിടുന്ന് 2 പേരും പോകുന്നു. ഇറങ്ങുമ്പോൾ ഭർത്താവ് പറയുന്നു ഞാനൊരു 10:30 മണിയാകും. ഭാര്യ പറയുന്നു നിങ്ങൾ പെരുന്നാൾ തലേന്നാണ്, നിങ്ങൾ പെട്ടെന്ന് വരാൻ നോക്കണം. അങ്ങനെ പോയി. 10:30 മണി കഴിഞ്ഞിട്ടും അതല്ല, അതിൻ്റെ ഇടയിൽ ഒരു 9 മണിയോട് കൂടിയിട്ടാണെന്ന് തോന്നുന്നു റിദാൻ ഫാസിൽ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു ഫോണിൽ ചാർജ് കുറവാണ്, ചിലപ്പോൾ ഫോൺ ഓഫായി പോകും എന്ന് ഒരു ഫോൺ സന്ദേശമോ ഫോൺ ഡയറക്റ്റായി വിളിച്ചുകൊണ്ടോ മെസ്സേജ് പറഞ്ഞുകൊണ്ടോ ഈ കുട്ടി അത് ധരിപ്പിക്കുകയാണ്. അങ്ങനെ 11 മണിയായിട്ടും കണ്ടില്ല. 10:30 എത്താം എന്ന് പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ട് ആ പറഞ്ഞ കൃത്യസമയത്ത് അങ്ങനെ വരുന്ന ആളുകളോ അതിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവുന്ന നമ്മളൊക്കെ പോലെയുള്ള. അപ്പോൾ 11 മണി വരെയും ഈ കുട്ടി വെയിറ്റ് ചെയ്തു. 11:30 ആയിട്ടും കാണാതായപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ബന്ധുക്കളെ ആരൊക്കെയോ അവർ വിളിച്ചന്വേഷിച്ചു. അവരുടെ അടുത്തേക്കൊന്നും റിദാൻ എത്തിയിട്ടില്ല. പിന്നെ ഈ കുട്ടി അവരുടെ കുടുംബ സുഹൃത്തു കൂടിയായ ഈ റിദാൻ ഫാസിൽ ഈ ഷാനിനെ ഫോണിൽ വിളിക്കുകയാണ്. ഷാനിന് ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഇതുവരെ എത്തിയില്ല, നീനു എന്നാണ് വൈഫ് അവരെ വിളിക്കുന്നത്. ഇവരൊക്കെ നീനു എന്നാണ് വിളിക്കുന്നത്. നീനു ഇതുവരെ എത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൊന്നു എന്ന് പറയപ്പെടുന്ന ഷാൻ പറഞ്ഞു ഞങ്ങൾ 8:30 9 മണിയോടുകൂടി പിരിഞ്ഞതാണ്. ഞാൻ അവരെ വീടിൻ്റെ തൊട്ടടുത്ത് ഈ പറയുന്ന ഇവൻ മരിച്ചു എന്ന് പറയുന്ന മരണപ്പെട്ട് കിടന്ന സ്ഥലത്തിൻ്റെ താഴെ ഭാഗത്തിൻ്റെ അടുത്തായി ഞങ്ങൾ കീഴ്ശ്ശേരി വരെ പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കുട്ടീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവനെ വിളിച്ചു, ഷാനിനെ വിളിച്ചപ്പോൾ ഷാന് പറഞ്ഞു ഞങ്ങൾ യാത്ര പോയിട്ടില്ല, ഒരു 8:30 ഞാൻ മടങ്ങിയിട്ടുണ്ട്. ഈ ചെമ്പക്കത്ത് അറബി കോളേജിൻ്റെ തൊട്ടുപുറത്തുള്ള ഈ കുന്നിൻ്റെ ഈ സൈഡിൽ അവിടെ ഇറങ്ങി അവനൊരു ഫോൺ വന്നു, അവനെ കാണാൻ 2 ഫ്രണ്ട്സ് വരാനുണ്ട്,
അതുകൊണ്ട് അവരെ കാത്തു നിൽക്കുകയാണ്, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു എന്നാണ്. അത് ആ 8:30-ക്ക് ശേഷം ഈ പറയുന്ന ഷാൻ റിദാനെ അവിടെ നിർത്തി അവിടുന്ന് പോയി എന്ന രീതിയിലാണ് ഈ കുട്ടിയോട് ഷാൻ മറുപടി പറയുന്നത്. അങ്ങനെയായി ഇവർ പലരെയും വിളിച്ചു നോക്കി, വീണ്ടും വിവരങ്ങളില്ല. അങ്ങനെ രാത്രി 1 മണിയോട് കൂടിയിട്ട് വീണ്ടും ഈ ഷാനിനെ മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യ വിളിക്കുകയാണ്. അപ്പം റിദാൻ ഫാസിൽ അവിടെ വീട്ടിലുണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്തു, വീണ്ടും ഈ കാര്യങ്ങൾ അന്വേഷിച്ചു. ഏതായാലും നേരം വിളിക്കട്ടെ, നമുക്ക് നോക്കാം, കുറച്ച് വൈകിയാലും പെരുന്നാൾ തലേന്നല്ലേ, ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അവിടെ സമാധാനിപ്പിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു 4 മണിയോട് കൂടിയിട്ട് 4 മണിയായിട്ടും കാണാഞ്ഞിട്ട് വീണ്ടും ഇവർ വിളിച്ചു എന്ന് പറയുന്നു, ഈ ഭാര്യ. അപ്പോ റിദാൻ ഫാസിലിന്റെ ഷാന്റെ ഫോണ് റിങ് ആയിട്ട് അവരെടുത്തില്ല. അങ്ങനെ ഷാന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയെ വിളിച്ചു. അവര് റിദാൻ ഫാസിലിന് ഷാനിന് ഫോൺ കൊടുത്തു. അപ്പോഴും എത്തിയില്ല എന്ന് വിവരം പറഞ്ഞു. ഏതായാലും നേരം വെളുക്കട്ടെ, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞു ഫോണ് വെച്ചു. രാവിലെ നേരം വെളുത്തപ്പോൾ പള്ളി കഴിഞ്ഞ ഉടനെ ഈ കൊന്നു എന്ന് പറയുന്ന ഷാനും അവന്റെ ഭാര്യയും കുട്ടിയും റിദാൻ ഫാസിലിന്റെ വീട്ടിൽ വരുന്നു. ഇവർ തമ്മിൽ എവിടെ പോയിട്ടുണ്ടാവുമെന്ന് ചർച്ച നടക്കുന്നു. അപ്പൊ ഷാന് ഞാനേതായാലും വൈഫിനെയും കുട്ടീനെയും പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് വരാം, എന്നിട്ട് നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പോവാണ്. ഇവനെക്കുറിച്ചൊരു വിവരമില്ല. പോകുന്ന സമയത്ത് ഈ ഷാൻ റിദാൻ ഫാസിലിന്റെ അനിയനോട് പറഞ്ഞു, ഏതായാലും നീ ആ കുന്നിലൊന്ന് പോയി നോക്ക്, ആ ഭാഗത്താണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഷാൻ വീട്ടിലേക്ക് ഭാര്യയും കുട്ടിയും കൂട്ടി സ്കൂട്ടറിൽ പോകുന്നു. വീട്ടിലെത്തുമ്പോഴേക്കും റിദാൻ ഫാസിലിന്റെ അനിയൻ ഈ പറഞ്ഞ കുന്നിൽ ചെന്നപ്പോൾ റിദാൻ ഫാസിൽ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്, അനക്കമില്ലാതെ കിടക്കും. അങ്ങനെ ഫോൺ ചെയ്യുന്നു, ആളുകൾ ഓടിക്കൂടുന്നു. അപ്പോഴേക്കും ഭാര്യയെയും മകനെയും അവിടെ ഇറക്കിയിട്ട് ഈ പറയുന്ന ഷാനും തിരിച്ച് ഈ സ്പോട്ടിലേക്ക് എത്തുകയാണ്. ഇതാണ് ഇതിന്റെ ഒരു ഭാഗം. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അതിന്റെ ബാക്കി കാര്യങ്ങൾ ഈ കുട്ടിക്കറിയില്ല. അങ്ങനെ ബോഡി കൊണ്ടുപോകുന്നു പോലീസ്, പോസ്റ്റ്മോർട്ടം നടത്തുന്നു. വെടിയേറ്റാണ് മരിച്ചതെന്ന് പറയുന്നു, തലക്ക് മുറിവുണ്ടെന്ന് പറയുന്നു. രാത്രി 9:30 മണിയോടുകൂടി മയ്യത്ത് മറവ് ചെയ്യുന്നു. രാത്രി തന്നെ പോലീസ് വന്ന് ചോദിക്കുന്നു, ലാസ്റ്റിൽ എപ്പോഴാണ് ബന്ധപ്പെട്ടത്, എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ആ കുട്ടി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പോലീസ് വീണ്ടും വീട്ടിൽ വരുന്നു, കുറച്ചും കൂടി കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നു. പിറ്റേ ദിവസം ഈ മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യയോട് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ എത്താൻ വേണ്ടി പറയാം. അങ്ങനെ കുടുംബം അവരവിടെ കൊണ്ടു ചെല്ലുന്നു. ആദ്യത്തെ ദിവസം ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് റെക്കോർഡ് ചെയ്തു. ഒരു 3-4 മണിക്കൂർ അവിടെ ഇരുത്തി ഇവരുടെ സംശയങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. റിദാൻ ഫാസിലിന്റെ ഫാമിലി ചരിത്രം, അവന്റെ ലൈഫ് സ്റ്റൈല്, സ്വാഭാവികമായിട്ടും പോലീസ് ചെയ്യുന്ന ഒരു പ്രക്രിയ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും ഈ കുട്ടിയോട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനാണ് പറയുന്നത്. മരിച്ചതിന്റെ 2ാമത്തെ ദിവസമാണ് പോലീസ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. വീട്ടിൽ വന്ന് സ്റ്റേറ്റ്മെന്റ് അല്ല എടുത്തത്. 3ാമത്തെ ദിവസം വീണ്ടും ഈ കുട്ടിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. DYSP ഓഫീസിൽ പോകുന്നു. ഉച്ചവരെ ചോദ്യം ചെയ്യുന്നു. ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യലിന്റെ സ്റ്റൈല് മാറുന്നു. ഇത് ആ പത്രസമ്മേളനത്തിൽ ആ ഫാമിലി മിനിയാന്നോ നാലാന്നോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ സ്റ്റൈല് മാറുന്നു. നീയും ഈ കൊന്ന ഷാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് പോലീസ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ആ തരത്തിലാണ് ഈ കുട്ടിയോട് ചോദിക്കുന്നത്. കുട്ടി സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമില്ല, അടിസ്ഥാനരഹിതമാണ്, അവിടെ തന്നെയാണ് ഈ കുടുംബം ഇപ്പോഴും നിൽക്കുന്നത്, അങ്ങനെ ഒരു ബന്ധമില്ല, നാട്ടിലുള്ളവർക്കറിയാം, അവരുടെ ബന്ധുക്കൾക്കറിയാം. അന്ന് രാത്രിയോട് കൂടിയിട്ട് വൈകുന്നേരത്തോട് കൂടിയിട്ട് ഭർത്താവ് മരിച്ച് 3ാമത്തെ ദിവസമാണ്. ഈ കുട്ടിയെ ഭീകരമായി മർദ്ദിക്കുകയാണ്. ഈ പെൺകുട്ടിയെ ഭർത്താവ് മരിച്ച് ഭീകരമായി മർദ്ദിച്ചു.
അവരാവശ്യപ്പെടുന്നത് ഈ രീതിയിൽ നിങ്ങൾ സമ്മതിക്കണം, നീ സമ്മതിക്കണം, നീ അവനുമായിട്ട് ബന്ധമുണ്ട്, ആ ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമം, അതിൽ ഫോൺ കോൾസിന്റെ കാര്യങ്ങൾ, ആ ഡീറ്റെയിൽസ് വേറെ ഉണ്ട്. ഈ കുട്ടി ഇതിന് സമ്മതിച്ചില്ല. 2 ദിവസം ഈ കുട്ടിയെ മർദ്ദിച്ചു. ഒരു നിലക്കും ഇത് സമ്മതിക്കില്ല എന്ന സാഹചര്യം വന്നു. 2ാമത്തെ ദിവസം, അതായത് 3ാമത്തെ ദിവസം, കുടുംബങ്ങൾ താഴെ കാത്തിരിക്കുന്നു കൂടെ വന്ന്. പെട്ടെന്നൊരു പോലീസുകാരൻ താഴേക്ക് ഓടി വരുന്നു. താഴെ നിന്ന് ഹാൻഡ് ക്യാപ്പ് എടുത്തിട്ട് അവള് കുറ്റം സമ്മതിച്ചു, അവള് പ്രതിയാണ് എന്ന് ഈ റിദാൻ ഫാസിലിന്റെ ഉമ്മയോടും എളാപ്പയോടും അനിയനോട് പറയാണ്. അപ്പോൾ റിദാൻ ഫാസിലിന് മുമ്പ് ഒരു MDMA കേസിൽ, കള്ളക്കേസിൽ കുടുക്കിയൊരു വിഷയം നിൽക്കുന്നുണ്ട്. അതിലൊരു കണ്ണിയാണ് എന്ന് സംശയിക്കുന്ന പോലീസുകാരനാണ് ഈ വന്നത്. ഈ കുടുംബത്തിന് അതറിയാം. അപ്പോൾ ഈ പോലീസുകാരനോട് വളരെ ഗൗരവമായിട്ട് പ്രതികരിച്ചു. നീ ആ കള്ളക്കേസിൽ എൻ്റെ മകനെ കുടുക്കിയതുപോലെ എൻ്റെ കുട്ടീനെയും കൂടി കൊടുക്കാൻ പോവുകയാണോ എന്നുള്ള ചോദ്യം ചോദിക്കുകയും ഒരു ഫോൺ എടുത്തപ്പോൾ ഈ പോലീസ് ഓഫർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് കൊണ്ടുപോയിക്കാം, നമുക്ക് നാളെ ചോദിക്കാം. അതോടുകൂടി ഇവർക്ക് സംശയം വർദ്ധിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം പോകുന്നു, ഈ കുട്ടി ഇത് തന്നെ പറയുന്നു, പിന്നെ മർദ്ദനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ ഈ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഈ അവിഹിതമുണ്ട് എന്ന്, ആ അവിഹിത കാരണത്താൽ റിദാൻ ഫാസിൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ കൊന്നു, അവളെ സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തി. അതാണ് ഇന്റൻഷൻ. അതിലായിരുന്നു പോലീസ് ആദ്യം നിന്നത്. അത് അതിൻ്റെ ഒരു ഭാഗം. 2ാമത്തെ ഭാഗം, ഈ കൊന്നു എന്ന് പറയുന്ന കേസിൽ ബുക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഷാൻ ഉൾപ്പെടെ ആ കുടുംബങ്ങൾ എന്നെ ഒന്ന് കണ്ടു. ഷാൻ പറയുന്നു, അങ്ങനെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഇന്നും അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവനെക്കുറിച്ച് ഓർക്കുമ്പം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഞാനിതിൽ കുറ്റവാളിയാക്കപ്പെട്ടു. അപ്പൊ ഷാന്റെ വെർഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരം ഈ കുട്ടി പറഞ്ഞതൊക്കെ ശരിയാണ്. 8:30 മണിയോട് കൂടിയിട്ട്, അതായത് ഒരു അരമണിക്കൂർ ഇവരവിടെ നിന്നു, ഒരു സിഗരറ്റ് വലിച്ചു. റിദാൻ ഫാസിലിന് ഫോൺ വന്നു, എടാ എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇവനോട് പോന്നു. അവന് അവിടുന്ന് മടങ്ങിയിട്ട് എടവണ്ണ വരുന്നു. എടവണ്ണ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി പെരുന്നാളിനുള്ള സാധനങ്ങൾ വാങ്ങുന്നു. വീട്ടിലേക്ക് പോകുന്നു. വീടിൻ്റെ അടുത്തെത്താൻ സമയത്ത് ഭാര്യ വിളിക്കുന്നു, കുറച്ച് ഫ്രൂട്ട്സ് കൂടി വാങ്ങണമെന്ന് പറയുന്നു. തിരിച്ച് അവൻ വീണ്ടും എടവണ്ണ വരുന്നു. ആ സാധനം കൂടി വാങ്ങി ഒരു 9:30 മണിയോടുകൂടി ഈ പറയുന്ന ഷാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അതിനുശേഷം വീട്ടിൽ പോയി ഈ ഷാന്റെ ചെറിയ കുട്ടിയുമായി അങ്ങാടിയിലേക്ക് ഷാൻ ഇറങ്ങുന്നുണ്ട്. 10:30-10:45 വരെ ഷാൻ അന്ന് എടവണ്ണ അങ്ങാടി, ഈ മുണ്ടങ്ങര അവൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ചെറിയൊരു ഗ്രാമമാണ്, അങ്ങാടിയിലുണ്ട്. 10:30 പെരുന്നാൾ എന്താ പറയാ, ആ ഗ്രാമത്തിലുണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ പങ്കെടുത്ത് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ പോയി ഉറങ്ങുന്നു. 11 മണിക്ക് ഈ പറഞ്ഞതുപോലെ, ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ വിളിച്ചിട്ടുണ്ട്. അത് അവനും അക്നോളജ് ചെയ്യുന്നു. 1 മണിക്ക് വിളിച്ചു എന്നുള്ളതും അക്നോളജ് ചെയ്യുന്നു. 4 മണിക്ക് വിളിച്ചു എന്നുള്ളതും അക്നോളജ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് രാവിലെ ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ വരാ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി, അവന്റെ ഭാര്യയും കുട്ടിയും പള്ളിയിൽ നിന്ന് ഈദ്ഗാഹ ഉണ്ടാവുക, പുറത്താണ്, ഗ്രൗണ്ടിലാണ് നമസ്കാരം ഉണ്ടാവുക. ആ നമസ്കാര സ്ഥലത്ത് നിന്ന് ഈ മരിച്ച വീട്ടിലേക്ക് എത്തുന്നു. അപ്പൊ മരിച്ച വീട് അറിയില്ല. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞ പെരുന്നാൾ ചോറ് ഉണ്ടിട്ട് തിരിച്ചു വരാം, എന്നിട്ട് നമുക്ക് പോയി അന്വേഷിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അനിയനോട് പറയുന്നു, നീ പോയി നോക്ക്. അതൊക്കെ അവനും അക്നോളജ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും ഇതാ ഈ കോള് വരുന്നു, ഇങ്ങനെ മരിച്ചു എന്നാണ്. കൊണ്ടുപോയ ഭാര്യയും കുട്ടിയെയും ആ വീട്ടിന്റെ റോട്ടിൽ ഇറക്കി അവൻ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് അവൻ നേരെ എടവണ്ണ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുന്നത്. എടവണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇന്നലെ രാത്രി ഇങ്ങനെ ഞാനായിരുന്നു ലാസ്റ്റ് അവന്റെ കൂടെ അങ്ങനെ പിരിഞ്ഞത് ഇന്ന സമയത്താണ് എന്ന് പറഞ്ഞിട്ട് അവൻ ഈ മരിച്ച സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോഴേക്ക് പോലീസ് വരുന്നു. പോലീസ് വന്ന ഉടനെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റുകൾ, ഈ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരുന്ന 11 മണിയാകുമ്പോഴേക്കും സ്റ്റേഷനിലേക്ക് എത്താൻ പറഞ്ഞു. അവൻ ഭക്ഷണം കഴിച്ച് തിരിച്ച് സ്റ്റേഷനിൽ വന്ന് അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഇവനെ വണ്ടിയിൽ കയറ്റിയിട്ട് നിലമ്പൂരിലേക്ക് കൊണ്ടുപോയി. നിലമ്പൂരിൽ കൊണ്ടുപോയി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, അവർ വെരിഫൈ ചെയ്യുന്നു, ഫോൺ വെരിഫിക്കേഷൻ നടത്തുന്നു, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും പോലീസിന്റെ സ്വഭാവം മാറുന്നു.
അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പോകണം, നിങ്ങൾ അതിനെങ്കിലും എന്നെ വിട്, അല്ലെങ്കിൽ പോലീസിന്റെ കൂടെ വരികയാണെങ്കിൽ വന്നോ. വിട്ടില്ല, പോയില്ല. രാത്രിയോടുകൂടി സ്വഭാവം മാറുന്നു. അന്ന് രാത്രി കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു. പിറ്റേ ദിവസം തൊട്ട് 3 ദിവസം ക്രൂരമായിട്ടുള്ള മർദ്ദനാണ്. ആ മർദ്ദനത്തിൽ മുഴുവൻ ഇവനോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യയുമായി അവിഹിത ബന്ധം ഉണ്ട് എന്ന് ആ പെൺകുട്ടിയോട് എന്ത് പറഞ്ഞു? ഈ 2 വീട്ടുകാരും പറയും. ഇവനെ കൊണ്ട് അത് സമ്മതിപ്പിക്കാനുള്ള ഭയങ്കരമായ ശ്രമം, ക്രൂരമായ മർദ്ദനം. പെണ്ണിന് ഈ രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷനെ എങ്ങനെ പോലീസ് മർദ്ദിച്ചിട്ടുണ്ടാകുന്ന നിങ്ങൾക്കറിയാം. 3 ദിവസം. അവസാനം അവൻ പറഞ്ഞു ഇവന് വസ്ത്രങ്ങളില്ല, 3 ദിവസം ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല, ഭക്ഷണം കൊടുത്തിട്ടില്ല, വെള്ളം മാത്രം ലിമിറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളാണ്. അങ്ങനെ അവസാനം ഇത് എഴുതണം, നീ ഇത് സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊന്നാലും നിങ്ങൾ സമ്മതിക്കില്ല. അത് എൻ്റെ സുഹൃത്തിന്റെ ഭാര്യ, എൻ്റെ പെങ്ങളെ പോലെയാണ്, ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം നിങ്ങൾ വേറെ എന്ത് പറഞ്ഞാലും ഞാനത് അംഗീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് അതിനൊരു സ്റ്റോറി ഉണ്ടാക്കി. ആ കേസ് പരിശോധിക്കുന്ന അവരിപ്പോൾ മുഖ്യമന്ത്രിയോട് പുനരന്വേഷണം ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ CBIക്ക് പോകാൻ നിൽക്കുകയാണ്. ഏത് ഏജൻസി വന്നാലും ഇത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അങ്ങനെ അവനെ ക്രൂരമായി മർദ്ദിച്ച് കുറ്റസമ്മതം നടത്തുന്നു. ഇവനുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് എഴുതുന്നു. ആ വൈരാഗ്യത്തിൽ കൊന്നതാണെന്ന് എഴുതുന്നു. അത് കുറ്റസമ്മതം നടത്തിയോട് കൂടിയിട്ട് പോലീസ് ഫ്രീ ആവും. ഈ സംഭവം നടന്ന ആ ദിവസം പോലീസ് ഇവന്റെ വീട് അരിച്ചു പെറുക്കിയതാണ്, വീടിന്റെ പരിസരം അരിച്ചു പെറുക്കിയതാണ്, പിറ്റേ ദിവസം കംപ്ലീറ്റ് അരിച്ചു പെറുക്കിയതാണ്. അങ്ങനെ 3-ാമത്തെ ദിവസം ഇവനോട് പറയുന്നു, നീ ഈ 2 മൊബൈൽ ഫോണുകൾ, അവിടെയാണ് ഇതിന്റെ വിഷയം. ഈ പോലീസുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ഇദ്ദേഹത്തിന്റെ ഫോണിലുണ്ടായിരുന്നു, ഈ മരിച്ച റിദാന്റെ. ആ 2 ഫോണുകളും ഇതുവരെ പോലീസ് റിക്കവറി ചെയ്തിട്ടില്ല, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് പോലീസ് ഉണ്ടാക്കിയ സ്റ്റോറി, ഈ ഷാൻ എന്ന് പറയുന്ന പ്രതിയെ എടവണ്ണ ചാലിയാർപ്പുഴയുടെ പാലത്തിൽ കൊണ്ടുവന്ന് ഞാൻ പുഴയിലേക്ക് എറിഞ്ഞു എന്ന സ്റ്റേറ്റ്മെന്റ് പോലീസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഷാനിനെ കൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിച്ചു എന്നാണ് ഷാൻ പറയുന്നത്. അങ്ങനെ എടവണ്ണ പാലത്തിൽ കൊണ്ടുവരുന്നു, പാലത്തിന്റെ മുകളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നു, ഒരുപാട് മുങ്ങൽ വിദഗ്ധർ വരുന്നു, മുങ്ങുന്നു, പൊങ്ങുന്നു, ഒരു ഫോണും കിട്ടിയിട്ടില്ല. വേറെ ഏതൊരു ഫോൺ അവിടെ നിന്ന് കിട്ടിയത് ഇതുമായി ബന്ധപ്പെട്ട ഫോണല്ല. അത് കഴിയുന്നു. പിറ്റേ ദിവസം അവനോട് പറഞ്ഞ് അതിന് കുറ്റം ഈ പറഞ്ഞ രീതിയിൽ സമ്മതിച്ചതിന് ശേഷം അവന്റെ മർദ്ദനം തീർന്നു, എല്ലാം തീർന്നു, ഭക്ഷണം കിട്ടുന്നു, അവന് സിഗരറ്റ് കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു. പിറ്റേ ദിവസം 4-ാമത്തെ ദിവസം പോലീസ് പറഞ്ഞു നമുക്ക് വീട് വരെ ഒന്ന് പോകണം. അങ്ങനെ വീട്ടിലേക്ക് പോവാന് ഇവനെ വണ്ടിയിൽ കയറ്റുന്നു. 3-4 പോലീസ് ജീപ്പ് എല്ലാം കൂടെ വരുന്നു, വീട്ടിൽ വരുന്നു. വീടിന്റെ മുറ്റത്ത് കൂടെ അകത്തുകൂടെ ഇങ്ങനെ ഇവനെ കൊണ്ടു നടന്നു. അപ്പോൾ ആ വിറക് വരെയും കൂടി ഒന്ന് നോക്കുക. റിക്കവറിക്ക് വന്നതാ. ഈ പോലീസ് നോക്കിയ റിക്കവറി പൂർണ്ണമായും പോലീസ് പരിശോധിച്ച അരിച്ചു പെറുക്കിയ ആ വിറക് വരയിലെ ഒരു തുണി ഇങ്ങനെ പൊക്കിയപ്പോൾ അതിന്റെ അടിയിൽ ഒരു പായന്റെ അടിയിൽ തോക്ക് ഇങ്ങനെ കിടക്കുന്നു. അതാ തോക്ക് റിക്കവറിയായി. അവൻ പറയുന്നു അവൻ തോക്ക് വാങ്ങിയിട്ടില്ല, അവനെ തോക്കിന്റെ കാര്യങ്ങൾ അറിയില്ല. നാട്ടുകാരും പറയുന്നു ഇങ്ങനെ ഈ അരിച്ചു പെറുക്കിയ സ്ഥലത്ത് നിന്ന് 4-ാമത്തെ ദിവസം എങ്ങനെ ഈ തോക്ക് കിട്ടുമ്പോൾ ദുരൂഹമാണ് നാട്ടില്. പിന്നെ അവൻ വെടിവെച്ചതിന്റെ ട്രെയിനിങ്ങിന്റെ സംവിധാനം ഉണ്ടാക്കുന്നു. ഈ ഷാന് സൗദിയിലുള്ള സമയത്ത് UPയിലുള്ള അവന്റെ കൂടെ ജോലി ചെയ്തിരുന്ന 2 ആളുകളുടെ ഫോൺ നമ്പർ അവന്റെ ഫോണിലുണ്ടായിരുന്നു. അങ്ങനെ നേരെ UPയിൽ പോകുന്നു. സൗദിയിൽ നിന്ന് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ 2 UPയിലെ ആളുകളെയും അവിടെ വരുന്നു. പോലീസ് പൊക്കുന്നു, ഇവർ തോക്ക് കൊടുത്തതാക്കുന്നു. അതിനു മുമ്പ് ഇവൻ ഡൽഹി യാത്ര, ഇവർക്ക് ചെറിയൊരു എക്സ്പോർട്ട് ബിസിനസ് ഉണ്ട്, സ്പെയർ പാർട്സ്, അതുമായി ബന്ധപ്പെട്ട് മുമ്പ് പോയിട്ടുള്ളതാണ്. ആ സ്പെയർ പാർട്ട് ബിസിനസ്സിന് പോയ ആ സമയത്തുള്ളത് ഈ തോക്ക് വാങ്ങാനാണ് എന്നുള്ള ഒരു കുക്കപ്പ് സ്റ്റോറി ഉണ്ടാക്കി കേസ് അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഒരു അന്വേഷണമില്ല. ഈ മരിച്ച വീട്ടുകാർ പറയുന്നു ഒരിക്കലും ഒരാൾക്ക് ഒറ്റക്ക് റിദാൻ ഫാസിലിനെ കൊല്ലാൻ കഴിയില്ല, അവൻ അത്ര നല്ല ആരോഗ്യമുണ്ട്. അപ്പോ ഇനി ഇവൻ കൊന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഷാൻ കൊന്നില്ല എന്നവർ തീർത്ത് പറയാൻ തയ്യാറല്ല. പക്ഷെ അവർക്ക് സംശയമുണ്ട്. പക്ഷെ അവനും അതിൽ ഇൻവോൾവ് ആണെങ്കിൽ
ഒരിക്കലും സാധിക്കില്ല ഒറ്റക്ക് കൊല്ലാൻ. ഇതിന് പിന്നിൽ ആളുകളുണ്ട്. അതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാന പുനരന്വേഷണത്തിന് കാരണമായിട്ട്. ഈ കുട്ടിയെ ഇവർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള അവിഹിത ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചതും. സ്വാഭാവികമായിട്ടും എൻ്റെ അന്വേഷണം ചെന്നെത്തിയിട്ടുള്ളത് ഇവരുടെ കയ്യിൽ. ഇവനൊരു ഇൻഫോമറായിരുന്നു മരിച്ച്. അവന് ചില ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ചില തെളിവുകളുണ്ട്, എന്നെ കള്ളക്കേസിൽ കുടിവെക്കുവരെ ഞാൻ കൊടുക്കും എന്ന് വീട്ടുകാരോട് മരിച്ച റിദാൻ ഫാസിൽ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് അവരുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഫോൺ കൈക്കലാക്കാൻ വന്ന ടീം ഈ പറയുന്ന ഈ സുഹൃത്ത് ബന്ധത്തിൽപ്പെട്ട ഗ്രൂപ്പായിരിക്കാം. ആ ഗ്രൂപ്പിന്റെ കയ്യിൽ ഈ ഫോണുണ്ട്. ആ ഫോൺ പിടിച്ചു വാങ്ങാനുള്ള പരിശ്രമത്തിൽ അവിടെ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ടാവും. ഇതെന്റെ വർഷമാണ് കേട്ടോ, എൻ്റെ തോന്നൽ. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കണം. അതിന്റെ ആ ആംഗിൾ നമ്മൾ പറയും. അപ്പൊ ഈ വന്ന വിഭാഗത്തിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ തോക്കുപയോഗിച്ച് ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ആ ഫോണിലാണ് ദുരൂഹത. കാരണം പോലീസ് എഴുതി വെച്ച കേസ് ഈ രണ്ട് വിഭാഗവും പറയുമ്പോൾ നമുക്കത് പൂർണ്ണമായും ഇടവണ്ണ ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി അവർ സമരത്തിലേക്ക് പോവുകയാണ്. ഈ കേസ് അന്വേഷണം ശരിയല്ല, യഥാർത്ഥ പ്രതിയല്ല അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല, ഇനിയും ഇതിൽ പ്രതികളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ പൂർണ്ണമായും സംശയിക്കുന്നത് ഈ കള്ളക്കടത്ത് സംഘവുമായിട്ട് റിദാൻ ബാസിലിന് ചെറിയ ബന്ധങ്ങളുണ്ട്. അതെന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് വിരൽ ചൂണ്ടുന്നത് ഇപ്പൊ ഞാൻ ഈ പറയുന്ന സുജിത്താസുമായി ബന്ധപ്പെട്ട നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടക്കുന്ന ക്രിമിനൽ കള്ളക്കടത്തിന്റെ കണ്ണിയായ പോലീസ് സുജിത്താസിന്റെ സംഘത്തിന് ഇതിന് പിന്നിൽ എത്രത്തോളം പങ്കുണ്ട് എന്ന് പരിശോധിക്കണം. ആ പോയിന്റിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത ആ പരാതിയിൽ വിശദമായി ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ഇതിൽ പല മാറ്റത്തിരുത്തലുകളും ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായി വരുമ്പോൾ ഇത്രയും വെളിപ്പെടുത്തി പറഞ്ഞത് കാരണം ഇതൊരു റെക്കോർഡാണ്. കേരളത്തിലെ ജനം ഇതറിയും, മലപ്പുറത്തെ പത്രക്കാർ ഇതറിയും. അപ്പോൾ ഇനി ഒരു അന്വേഷണം, അടുത്തൊരു അന്വേഷണത്തിൽ ഇതിന്റെ ഓരോ പോയിന്റിലും ഈ കാര്യങ്ങൾ വീക്ഷിക്കാനും ഒബ്സർവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഏതെങ്കിലും സത്യസന്ധമായ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയെ ഒരു പരിധിവരെ അടക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇത് വെക്കുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ കാര്യം, അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലെ പ്രധാന രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കരിപ്പൂരുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണ്. നിങ്ങളൊക്കെ ഒരുപാട് പലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വർണം പൊട്ടിക്കല്, സ്വർണം കടത്തല്, സ്വർണം തട്ടിക്കൊണ്ടുപോലെ, ഇങ്ങനെ പലതും. പോലീസിൽ ഇതിനൊരു വലിയ വിഭാഗം ഇതിൻ്റെ ഒരു പിന്തുണയോട് കൂടിയിട്ട് കള്ളക്കടത്ത് നടക്കുന്നു എന്ന ചർച്ച ഈ നാട്ടിലെ അങ്ങാടിപ്പാട്ടാണ്. 10 മണി കഴിഞ്ഞാൽ എയർപോർട്ടിന്റെ പരിസരത്തുള്ള ഒരു കടകളും തുറക്കാൻ ഈ SP അനുവദിച്ചിട്ടില്ല. കേരളത്തിൽ അങ്ങനെ ഒരു നിയമമല്ല. അപ്പോ ആളുകൾ പോയിക്കൊള്ളണം. പാതിരാത്രിയിൽ കരിപ്പൂർ ജംഗ്ഷൻ തൊട്ട് എയർപോർട്ട് വരെയുള്ള ആ ഒരുപാട് കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകൾ ഈ പറയുന്ന സംഘത്തിന്റെ പാതിരാ പ്രവർത്തനത്തിന് സൗകര്യമൊരുക്കി കൊടുക്കാനാണോ? മലപ്പുറം ജില്ലയിൽ ആളും മനുഷ്യനും ഇല്ലാത്ത, ജനവാസം വളരെ കുറഞ്ഞ പ്രദേശമാണ് ഈ എയർപോർട്ട് റോഡ്. അങ്ങനെ ഒരു നിയമം അദ്ദേഹം അടിച്ചേൽപ്പിച്ചിരുന്നെങ്കിൽ അത് എന്താണെന്ന് അന്വേഷിക്കണം. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ജനങ്ങൾ കേൾക്കാൻ, എങ്ങനെയാണ് ഈ കള്ളക്കടത്ത് നടത്തുന്നത്, എന്താണ് പോലീസിലെ ഇതിന്റെ ഉദ്ദേശം, നിങ്ങൾ കൃത്യമായി കേൾക്കണം. വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ആര് പിടിച്ചാലും ആ പിടിക്കുന്നവന് അല്ലെങ്കിൽ അത് ഒറ്റിക്കൊടുക്കുന്നവന് സെൻട്രൽ ഗവൺമെന്റിന്റെ 15% റിവാർഡ് ഉണ്ട്. ആ 15%, 1 കോടിയുടെ സാധനം ഈ പറയുന്ന കള്ളക്കടത്ത് മുതൽ സൂചിപ്പിച്ചുകൊണ്ട് 15 ലക്ഷം രൂപ ഒരാളും അറിയാതെ, ഇൻകം ടാക്സ് പോലും കൊടുക്കാതെ ആ വ്യക്തിയിലേക്ക് വരികയാണ്. അപ്പോ എല്ലാ ഇന്റർനാഷണൽ എയർപോർട്ടുകളിലും കസ്റ്റംസ് സംവിധാനമുണ്ട്, അവിടെ സ്കാനിങ് സംവിധാനമുണ്ട്, അവിടെ പ്രിവെന്റീവ് കസ്റ്റംസ് ഓഫീസേഴ്സ് ഉണ്ട്.
കള്ളക്കടത്ത് തടയാൻ വേണ്ടി മാത്രമുള്ള സംവിധാനമാണ്. അപ്പൊ നമ്മുടെ കരിപ്പൂർ ഈ ഇന്ത്യയിൽ തന്നെ പേര് കേട്ട ഒരു ബോംബെയിലായിരുന്നു പണ്ട്. പക്ഷേ കരിപ്പൂർ ഇന്ന് ആ ബോംബെ ഗണത്തിലേക്ക് ആ കള്ളക്കടത്തിന്റെ ഭാഗമായി മാറിയിട്ട് വർഷങ്ങളായി. ഒരുപാട് കേസുകൾ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചതും CBI വന്ന് പിടിച്ചതും ഇതിന് കൂട്ടുനിന്നതും ഹെയർ ഹോസ്റ്റസ് കൊണ്ടുവന്നതും ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ കരിപ്പൂർ എയർപോർട്ടിലെ ഈ പറയുന്ന CCTV സർവൈലൻസും അതുപോലെ സ്കാനിങ് മെഷീനുകൾ അൾട്രാ മോഡേൺ മെഷീൻസ് ആണ്. ഏതെങ്കിലും ഒരു തരത്തിൽ സ്വർണം ഒളിപ്പിച്ച് പെട്ടിക്കുള്ളിൽ, മെഷീനിൻ്റെ ഉള്ളിൽ, മറ്റു സാധനങ്ങൾക്കുള്ളിൽ എങ്ങനെ ഒളിപ്പിച്ചാലും അത് സൂം ചെയ്ത് കണ്ടുപിടിക്കാൻ ശേഷിയുള്ള മെഷീനുകളാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിലുള്ളത്. സ്വാഭാവികമായും കസ്റ്റംസ് പിടിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഈ കള്ളക്കടത്തിനെ 90% അവർക്ക് പിടിക്കാൻ കഴിയും. പക്ഷെ കഴിഞ്ഞ ഒരു 3 കൊല്ലമായിട്ട് കസ്റ്റംസ് അല്ല സ്വർണം പിടിക്കുന്നത്. കസ്റ്റംസ് വളരെ ചെറിയ ഒരു ശതമാനം സ്വർണം മാത്രമാണ് പിടിക്കുന്നത്. ആരാ സ്വർണം പിടിക്കുന്നത്? ഈ പറയുന്ന സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസാഫ്. എവിടുന്നാ പിടിക്കുന്നത്? എയർപോർട്ടിന്റെ പരിസരത്തുനിന്ന്, ടോള് കഴിഞ്ഞ് ഇറങ്ങിയാൽ അല്ലെങ്കിൽ എയർപോർട്ടിന്റെ മുറ്റത്തുനിന്ന്. സ്വാഭാവികമായും അവിടുന്ന് ആര് സ്വർണം പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? നേരെ പോലീസ് ഈ തൊണ്ടി മുതലും ഈ പാസഞ്ചറെയും നേരെ കസ്റ്റംസിൽ പ്രിവെന്റിയിൽ കൊണ്ട് ഏൽപ്പിച്ചാൽ മതി. പിന്നത്തെ പണി ആർക്കാ? കസ്റ്റംസിനാണ്. പോലീസുകാർക്ക് എന്ത് കിട്ടി? 15% കിട്ടി. വലിയ പൈസയാണ്. പക്ഷേ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ആ പണി ചെയ്യുന്നേ ഇല്ല. സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള, മാഷ് കേൾക്കണം, സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഡാൻസ് ആഫ് ടീമിന് ഈ 15% വേണ്ട. ഭയങ്കര രാജ്യസ്നേഹം, മനസ്സിലായോ? രാജ്യത്തിട്ട് അങ്ങ് സ്നേഹിച്ചിട്ട് അവര് നേരെ എന്താ ചെയ്യാ? ആര് പിടിച്ചാലും ഞാൻ ഈ പറഞ്ഞതുപോലെ കസ്റ്റംസ് പ്രിവെന്റീവിനെയാണ് ഏൽപ്പിക്കേണ്ടത്. ആ എയർപോർട്ടിൽ വരുന്ന പാസഞ്ചേഴ്സിനെ കസ്റ്റംസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ, അവർ ഈ സ്ക്രീനിൽ ഈ സാധനം കാണുന്നുണ്ട്, പല 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 തരത്തിലുണ്ട് കേട്ടോ, അതിലൊരു തരമായി പറയുന്നു. അത് കണ്ടാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് കടത്തി വിടുകയാണ്. പാസഞ്ചർ എന്ത് കേൾക്കും? അള്ളാ പടച്ചോനെ കഴിച്ചിലായല്ലോ. അപ്പൊ തന്നെ ഇവന്റെ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അവന്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യുന്നു. ഇതൊക്കെ ഇപ്പം അന്വേഷിച്ചാൽ കണ്ടെത്താൻ പോകുന്ന കാര്യങ്ങളാണ്. പുറത്ത് നിൽക്കുന്ന പോലീസിന്റെ ഡാൻസ് ഓഫ് ടീം അടക്കമുള്ള പോലീസുകാർ ചാടി വീഴുന്നു, പിടിക്കുന്നു, നേരെ അങ്ങോട്ട് കൊണ്ടുവന്ന് നേരെ എയർപോർട്ടിലേക്ക് വരുന്നതിന് പകരം അവിടെ അത് ഡിപ്പോസിറ്റ് ചെയ്ത് അതിന്റെ 15% റെസീറ്റും വാങ്ങി കീശയിലിട്ട് പോകേണ്ട പോലീസുകാർ ആ 15% വേണ്ടാന്ന് വെച്ചിട്ട് പുറത്തേക്ക് പോകുന്നു, ഓരോ സെന്ററിൽ പോകുന്നു, ഇവരെ പിടിക്കുന്നു. എങ്ങനെയാ പിടിക്കുന്നത്? കള്ളമുതല് 102 CRPC എന്ന് പറയുന്നത് 102 CRPC എന്ന് പറയുന്നത് കളവ് മുതലിന്റെ തൊണ്ടി റിക്കവർ ചെയ്യുന്നതാണ് 102 CRPC. ആ 102 CRPC കളവ് മുതൽ, എങ്ങനെയൊരു കളവ് മുതൽ ഉണ്ടാവുക? കളവ് മുതൽ ഉണ്ടാവണമെങ്കിൽ ആരുടെയും സാധനം കട്ടെടുക്കണം, അതിനൊരു പരാതിക്കാരൻ വേണം. ഇവിടെ ഒരു പരാതിയില്ല. പാസ്പോർട്ട് വിദേശത്തുനിന്ന് സാധനം അവർ ടാക്സ് വെട്ടിച്ച് കൊണ്ടുവരും, അത് കളവ് മുതലല്ല, ടാക്സ് ആണ് വെട്ടിക്കുന്നത്. ഒരിക്കലും 102 CRPC നിൽക്കില്ല. ഞാൻ കൃത്യമായ ലീഗൽ അഡ്വൈസ് ചോദിച്ചിട്ട് തന്നെ പറയുന്നത്, നിങ്ങൾക്ക് അന്വേഷിക്കാം. എന്നാൽ 102 CRPC പ്രകാരം എന്താ ചെയ്യേണ്ടത്? അതിന്റെ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉടനെ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഇന്റർനെറ്റിൽ 102 CRPC നോക്കിയാൽ മതി. 102 CRPC പ്രകാരം ഇവരാദ്യം ചെയ്യേണ്ടത് എന്താ? GD എൻട്രി ചെയ്യണം. GD എൻട്രി ചെയ്തിട്ട് ഈ പിടിച്ച ഓഫീസർ ഇമ്മീഡിയറ്റ്ലി, ആ സെക്ഷൻ അങ്ങനെ പറയുന്നത്, സീനിയർ സബോർഡിനേറ്റിനെ ഇൻഫോം ചെയ്യണം.
ഇവരാരെ ഇൻഫോം ചെയ്യുന്നത്? ഡാൻസ് ആപ്പിന് ആരാണ് ഇവിടെ സീനിയർ ഒഫീഷ്യൽ? അത് ഒഫീഷ്യലാണോ? അപ്പൊ സ്വാഭാവികമായും കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സാധനം കൊണ്ടുപോകും. രേഖാപരമായിട്ട് കരിപ്പൂർ പോലീസ് സ്റ്റേഷനാണ് കൊണ്ടുപോകുന്നത്. വേറെ പല സ്ഥലങ്ങളിലാണ്. അതൊക്കെ ഇനി വരുന്ന ടീം അന്വേഷിക്കട്ടെ. അങ്ങനെ 2 കിലോ കൊടുന്നാൽ ഇവർക്ക് എന്താ കിട്ടുക? 1 കിലോക്ക് കിട്ടുന്ന, ഇപ്പോ എനിക്ക് തോന്നുന്നത് നമ്മുടെ എവിടെയൊന്നും എഴുതി വെച്ചിരുന്നു, 6000 നമ്മൾ ഗ്രാമിന് കൂട്ടിയാൽ തന്നെ 60 ലക്ഷം അങ്ങനെ കൂട്ടാം ആവറേജ്. 2 കിലോ പിടിച്ച് 1,20,00,000. 1,20,00,000ത്തിന്റെ 15% എന്ന് പറഞ്ഞാൽ 1 കോടിയുടെ 15 ലക്ഷം. 1 കോടിയുടെ 15% എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ അവർക്ക് സ്പോട്ടിൽ അവരുടെ അക്കൗണ്ടിൽ പോവാണ്. അതിന് പകരം ഇത് 50 ലക്ഷം ആക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത്. 50 ലക്ഷം ആക്കണമെങ്കിൽ എന്ത് വേണം? ഈ വന്നതിന്റെ 40-50% എടുക്കണം. കസ്റ്റംസിന് ഇത് കൊടുക്കാതെ ഈ കൊണ്ടുവന്ന കാരിയറിൽ നിന്നും, എന്നാൽ ആ പിടിച്ചെടുത്ത സ്വർണം CRPC 102 പ്രകാരം എന്താണ്? ഇമ്മീഡിയറ്റ് സീനിയർ ഓഫീസറെ വിവരം അറിയിച്ചുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം. ആ സാധനത്തിന്റെ രൂപഭാവങ്ങൾ മാറ്റാൻ 102 CRPC അനുവദിക്കുന്നില്ല. അതിന് സുജിത് ദാസ് പറയുന്ന ന്യായം എന്താ? അത് ലിക്വിഡായിട്ട് വരുന്നുണ്ട്, വേറെ പല ഫോർമാറ്റിലും വരുന്നുണ്ട്, പെയിന്റ് അടിച്ച് വരുന്നുണ്ട്, റബ്ബർ മാറ്റിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പൊ ഇതാരാ പരിശോധിക്കേണ്ടത്? ആ കിട്ടിയ റിക്കവറി ചെയ്ത സാധനം കോടതിയിൽ കൊടുത്തിട്ട് ഇത് സ്വർണത്തിന്റെ ലിക്വിഡാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു, സ്വർണമാണെന്ന ബോധ്യത്തിലാണ് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത് കോടതിയിൽ. കോടതിയാ പരിശോധനയ്ക്ക് അയക്കേണ്ടത്. ഇത് സ്വർണ്ണാണോ, ഇത് വെള്ളിയാണോ, ഇത് സിൽവറാണോ? അതിന്റെ ഈ 102 CRPCയെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ മറ്റേ വഴി. എന്നിട്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞാലും കസ്റ്റംസിന് കൊണ്ടുപോയി കൊടുക്കുക, അതുമില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, 1 കോടിയുടെ മുതൽ പിടിച്ചാൽ 15% ആ ടീമിന് കൃത്യമായി സെൻട്രൽ ഗവൺമെന്റ് റിവാർഡ് കൊടുക്കുമ്പോൾ ആ റിവാർഡ് വേണ്ട. ഇത് കളവ് മുതൽ ആർക്കെങ്കിലും പൈസ കൊടുക്കും? ഇത് പോലീസുകാരനെങ്കിലും. ഇത് കളവ്. 102 CRPCയിലെ കളവ് മുതലാണ് കോടതി കൊണ്ടേ കൊടുക്കുന്നത്. ഒരു പൈസയും കിട്ടില്ല. അപ്പൊ ഈ സാധനം നേരെ കൊണ്ടോട്ടി 2-3 തട്ടാന്മാരുണ്ട്. ഒഫീഷ്യൽ തട്ടാന്മാരുണ്ട്, അൺഒഫീഷ്യൽ തട്ടാന്മാരുണ്ട്. പക്ഷെ അത് കേൾക്കണം, അവിടെ കൊണ്ടുപോയി ഇത് ഉരുക്കി ചെത്തി മിനുക്കി ഇവർക്ക് ആവശ്യമുള്ളത് എടുത്തു മാറ്റി ഇവിടെ വന്നിട്ട് CJM കോടതിയിൽ ഒരു കളവ് കേസിൽ പിടിച്ച സ്വർണ്ണമായിട്ട് എയർപോർട്ടിന്റെ പരിസരത്ത് ലോകത്തെവിടെയും പറഞ്ഞു കേൾക്കുമോ? ലോകത്ത് 3 കൊല്ലം 2 കൊല്ലം 10 മാസവും ഇവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം പണി നടത്തി. അദ്ദേഹത്തിന്റെ പണിക്ക് കൂട്ടുനിന്ന പല ഓഫീസർമാരെയും വീണ്ടും തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് പത്തനംതിട്ടയിലും SITയിൽ NIAയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇത് നിയന്ത്രിക്കുക. ആ പഴയ ആളുകൾ വീണ്ടും തിരിച്ചു കൊണ്ടുപോയിലെത്തിയെത്തിയെന്ന്. ഇനി ഇതിനൊരു അടിസ്ഥാനം വേണമല്ലോ. ഇതൊരു ലോജിക്കാണ്. ഏത് ബുദ്ധിയില്ലാത്തവനും ആലോചിക്കാൻ അറിയാം. 1 കോടി രൂപയുടെ സ്വർണം ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും, മഹേഷ് പിടിച്ചാലും, അഷ്കർ പിടിച്ചാലും, പ്രശാന്ത് പിടിച്ചാലും നമുക്ക് 15 ലക്ഷം കിട്ടും. അത് കേരളത്തിലെ സുജിത് ദാസിന് വേണ്ട. രാജ്യസ്നേഹം മൂത്തിരിക്കുകയാണ്. കാരണം രാജ്യം ഭയങ്കര പ്രതിസന്ധിയിലല്ലേ, സാമ്പത്തിക പ്രതിസന്ധിയിൽ. അതായിരിക്കും അവർ പക്ഷേ കാരണം. പക്ഷെ അപ്പുറത്തുനിന്ന് ഈ 15 ലക്ഷത്തെ 40 ലക്ഷവും 50 ലക്ഷവും അടിച്ചു മാറ്റിയാണ്. ഒരൊറ്റ കേസിന്റെ ഡീറ്റെയിൽസ്. കാരണം നമുക്ക് പ്രശാന്ത് കേൾക്കണം. പ്രശാന്ത് അല്ലല്ലല്ലല്ലല്ലല്ല, നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയാൽ പറ്റുമോ? എവിടെ പഠിച്ചത്? ഏയ് പ്രശാന്തേ, 21, 22, 23 അല്ല നിങ്ങൾ കേൾക്കണം. നിങ്ങൾ കുറെ കേട്ട ആൾക്കാരാണല്ലോ, കേട്ടിട്ട് അന്തം വിട്ട ആളുകളാണ്. എന്താ പരിപാടി ഇങ്ങനെ അല്ലേ? സത്യതല്ലേ? ഈ വസ്തുത കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നമുക്കാർക്കും ഇത് കഴിയില്ല. നമ്മളിത് ഹിന്റ് ചെയ്യാണ്. ഇനി ഇതിന് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരണ്ട്. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ വരുന്ന ആളുകൾക്കില്ല ഹിന്റാ കൊടുക്കുന്നത്. നമ്മളിതിന്റെ പിന്നാലെ ഉണ്ട്. പ്രശാന്തേ,
ഒരുപാട് ആളുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടെത്താൻ. ഇപ്പോ 2021, 2022, 2023 സെപ്റ്റംബർ വരെ പിടിച്ച കേസ് എത്ര അറിയോ? എത്ര ഉണ്ടാവും മാഷെ? ഒരു അഭിപ്രായം പറയും. പോലീസ് പിടിച്ച സ്വർണ്ണ കേസ് ഈ 2 ജില്ലകളത്തിനടുക്ക് അത് ഒരു കസ്റ്റംസിന് റിപ്പോർട്ട് ചെയ്തിട്ടത്. അത് വേറെ അഡ്ജസ്റ്റ്മെന്റ്, ഞാൻ വേറെ പറയാം. കസ്റ്റംസിന് റിപ്പോർട്ട് ചെയ്യാത്ത കേസുകൾ 156 കേസ്. 156. ഒരു ചെറിയ കണക്ക് നമ്മൾ കൂട്ടി വെക്കാം. ഒരു 3 കിലോ ആവറേജ് കൂട്ടുക. 10 കിലോ, 5 കിലോ, 25 കിലോ, 10, 8 ഒക്കെ ഉണ്ട്. മിനിമം വേറെ മിനിമത്തിൽ നമ്മൾ നിന്ന് കണക്കൂട്ടിയാൽ 156 കേസ് അവർ ബുക്ക് ചെയ്യുമ്പം 3 കിലോ വെച്ച് നമ്മൾ കൂട്ടിയാൽ 468 കിലോ. വളരെ വളരെ കുറച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. 468 കിലോ. 468 കിലോ എന്ന് പറഞ്ഞാൽ 468 × 1000, അതാണുള്ള ഗ്രാം. ഒരു ഗ്രാമിന് ഇന്നത്തെ സ്വർണത്തിന്റെ ആവറേജ് പ്രൈസ് 6250 രൂപ. ഈ 6250 രൂപ ഇട്ടിട്ട് 4,68,000 ഗ്രാം, അതാണ് ഈ 468 കിലോ എന്ന് പറയുന്നത്. 6250 ഗ്രാമിനിട്ട് നമ്മൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് എത്ര അറിയാം? 292 കോടി. അത് അവർക്ക് ഇതിന്റെ ഒരു 40%, മറ്റ് 15% ആണെങ്കിൽ അവർക്ക് ഒരു 45 ലക്ഷം കിട്ടും, 45 കോടി കിട്ടും. അത് പിടിച്ചു കൊടുത്തിരിക്കുകയാണെങ്കിൽ മനസ്സിലായോ? 15% കൂട്ടുകയാണെങ്കിൽ 300 കോടി, 292 കോടി ഉണ്ട്. അതിന്റെ ഒരു ആവറേജ് നമ്മൾ എടുത്താൽ അവർക്ക് 15 × 3 കോടിയിൽ നിന്ന് 300 കോടിന്റെ 15% 45 കോടി കിട്ടും. ഇപ്പൊ ഈ അടിച്ചു മാറ്റിയ സ്വർണത്തിന്റെ 40% ഇപ്പൊ നമ്മൾ ഈ കൂട്ടിയ ആവറേജ് കണക്കിൽ 290 ഏകദേശം 118 കോടി റുപ്യാണ് ഈ 2.5 കൊല്ലം 2.25 കൊല്ലത്തിനുള്ളിൽ അടിച്ചു മാറ്റിയിട്ടുള്ളത്. അതെങ്ങനെയാണെന്നായിരിക്കും നിങ്ങളെ ചോദ്യം. ഇനിയിപ്പോ അതിന് ഒറ്റ കേസ് നിങ്ങളുടെ എന്താ പറയാ, ഈ എന്താണ് അന്വേഷണാത്മക പത്രപ്രവർത്തനം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കേസ് പോലീസ് FIR നമ്പർ 558/22, ഒന്ന് നോട്ട് ചെയ്തേക്കും. ഇങ്ങനെ ഇന്റർനെറ്റിൽ സാധനങ്ങൾ കിട്ടും. 558/22 2022 കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ, മലപ്പുറം ജില്ല. അത് അടിച്ചാൽ നമുക്ക് ഇന്റർനെറ്റിൽ ആ കേസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് വളരെ രസകരമായ കേസാണ്. അതിൽ ഏറ്റവും അട്രാക്ഷൻ തോന്നിയ ഒരു സാധനം പുറത്തു കൊടുക്കുമ്പോൾ നമ്മളെ ഈ പരിശോധനയിൽ നിങ്ങൾ കേട്ടോ, ഇതില് 5 പ്രതികളാണുള്ളത്. ഒരു സഹീർ, ഒരു മുഹമ്മദ് സഹദ്, ഒരു അമീന്, പിന്നെ നല്ലൊരു കഥാപാത്രം ഈ സ്വർണം കൊടുന്ന ഒരു സ്ത്രീയാണ്, പാവം ദീന വത്സൻ. പള്ളിക്കുന്നത്ത് ഹൗസ്, ബീനാച്ചി പോസ്റ്റ്, വയനാട് സുൽത്താൻ ബത്തേരി. ബീനാച്ചിയില. ഒരു മിനിറ്റ് അതൊന്ന് വായിച്ചത്, നിങ്ങളിതൊന്ന് കേൾക്കണം. നമ്മളെ ബഹുമാനപ്പെട്ട ADGPന്റെയും സുജിത്താസിന്റെയും ഏറ്റവും ഗുഡ് ഫെയ്ത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. ഇൻഫർമേഷൻസ് കണ്ടൻസ് FIR ഉള്ളടക്കം 22/12/2022 തീയതി 8:30 മണിക്ക് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് ദുബായിൽ നിന്നും IX 344 എയർ ഇന്ത്യ വിമാനത്തിൽ വന്നിറങ്ങിയ യാത്രക്കാരായ 5ാം പ്രതിയുടെ കൈവശം പ്രവാസിയായ സുബൈർ എന്നയാൾ വിദേശത്ത് നിന്നും കൊടുത്തയച്ചതായ 145.9 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 16-17 പവൻ. ഈ പാവം സ്ത്രീ അതിന്റെ ശരീരത്തിൽ അണിഞ്ഞിരുന്ന ആഭരണമാണെന്നല്ലേ ബാക്കി വായനയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിടിച്ചിരിക്കുന്ന ഇവർ കൊടുത്തിരിക്കുന്നത് 145.50 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന് സുബൈറിന്റെ പ്രതിനിധിയെ ഏൽപ്പിക്കുന്ന സമയത്ത്, സുബൈറാണ് ഗൾഫിൽ നിന്ന് കൊടുത്തു വിട്ടവന്റെ പേരാ സുബൈർ, പ്രതിനിധി ഇവിടെ വാങ്ങിപ്പോവല്ലോ, ഷീസ് എ കാരിയർ ഉള്ളി. വിദേശത്ത് നിന്നും കൊടുത്തയച്ച 150 ഗ്രാം വരുന്ന സ്വർണ്ണ ആഭരണങ്ങൾ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന് സുബൈറിന്റെ പ്രതിനിധിയെ ഏൽപ്പിക്കുന്ന സമയത്ത് അതായത് ഈ പെണ്ണ് വന്ന് കസ്റ്റംസിൽ നിന്ന് കടന്ന് പുറത്ത് നിൽക്കുന്ന
ഇതിന്റെ ഉടമസ്ഥന്റെ ഏജന്റ് അവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെ വിശദീകരിക്കുന്നത്, പ്രതിനിധിയെ ഏൽപ്പിക്കുന്ന സമയത്ത് കൂട്ടായ കവർച്ച ചെയ്യണമെന്ന ഉദ്ദേശം. അത് നിങ്ങൾ ഈ പറയുന്ന പൊട്ടിക്കല്, അവിടുന്ന് കടത്തി കൊണ്ടുവന്ന് ഒരു ടീമിൽ നിന്ന് വേറെ ടീം അടിച്ചു മാറ്റി പോവുക, പൊട്ടിക്കൽ. ഇതൊരു പൊട്ടിക്കലാണ്. 1 മുതൽ 5 കൂടിയ പ്രതികളുടെ ഏൽപ്പിക്കുന്ന സമയത്ത് കൂട്ടായ കവർച്ച ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി 1 മുതൽ 5 പ്രതികൾ കുറ്റകരമായ ഗൂഢാലോചന നടത്തി 120B. അപ്രകാരം കവർച്ച നടത്തുന്നതിനായി 1-ാം പ്രതിയുടെ നേതൃത്വത്തിൽ KL 58 5723 നമ്പർ കാറിൽ 1 മുതൽ 4 കൂടിയ പ്രതികൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയതായും ഈ കാര്യത്തിന് 1 മുതൽ 5 കൂടിയ പ്രതികൾ കുറ്റകരമായ മുന്നൊരുക്കവും ഗൂഢാലോചനയും നടത്തി പരസ്പരം ഉത്സാഹികളായി പ്രവർത്തിച്ചു എന്നും ഇത്രയാണ് ഇതിന്റെ എഫ്ഐആറിന്റെ ചുരുക്കത്തിലുണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ത്രീ വരുന്നുണ്ട്, അവര് വലിയ സ്വർണ്ണമായിട്ട് വരുന്നുണ്ട്. ആ സ്വർണം തട്ടിയെടുക്കാൻ വരികയാണ്. 145 ഗ്രാമേ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് 5 ആളുകൾ വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നും വരികയാണ്. ഇത് കഥ വേറെ സ്ഥലത്ത് മാറുകയാണ്. ഇത് എന്താ ഈ നൊട്ടോറിയസ് ക്രിമിനൽ നീ അങ്ങനെ പറയുന്നത്? ഇനി ഈ ചങ്ങാതിയിൽ നിന്ന്, ഈ സുജിത്താലത്തിൽ നിന്നും, ഈ ഡാൻസ് ആപ്പിൽ നിന്നും ഈ പറയുന്ന നൊട്ടോറിയസ് ക്രിമിനലായ ADGP അജിത് കുമാറിലേക്ക് ഈ സംഗതി, ഈ ചെയിൻ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടെ ഇത് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർമാർക്ക്. ആ പണി നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു ക്രിമിനൽ സംഘം 153 കേസ് സ്വർണം പിടിച്ച് ഈ 3 കൊല്ലം ഇവിടെ വിരാജിച്ച് ഈ കോടികൾ അടിച്ചു മാറ്റുമ്പം ഒരു DGPയുടെ നേരിട്ടുള്ള ഇന്റലിജൻസ് ഇല്ല ഇവിടെ. അവർക്ക് എന്താ പണി? എന്താ ഇന്റലിജൻസ് അറിയാതെ പോയത്? അപ്പൊ ഒരു DGPയുടെ ഉത്തരവാദിത്തത്തിൽ ഒരു പരിപൂർണമായ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ നടക്കുമോ? നിങ്ങൾക്ക് ചുരുക്കി വായിക്കും, നിങ്ങൾ കുറച്ച് ഇരിക്കേണ്ടി വരും. അല്ല, ഇത് കേരളം കേൾക്കേണ്ട കാര്യമല്ലേ? ഈ സാധനം കണ്ടെടുത്തിട്ടുള്ള സീസർ മാസ്റ്ററാണ്. അറിയാലോ സീസർ മാസ്റ്റർ? കോടതിയിൽ ഈ പോലീസ് കൊടുത്ത സീസർ മാസ്റ്റർ 22/12/2027 കാലത്ത് 8 മണിക്കോടുകൂടി ദുബായിൽ നിന്നും വരുന്ന IX 344 എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുന്ന ഒരു യാത്രക്കാരി അനധികൃതമായി സ്വർണം കൊണ്ടുവരുന്നുണ്ടെന്നും ആയത് വാങ്ങാൻ വരുന്നയാൾക്ക് കൊടുക്കുന്ന സമയം വാങ്ങാൻ വരുന്ന ആളിൽ നിന്നും സ്വർണം തട്ടിയെടുത്ത് കവർച്ച ചെയ്യുന്നതിനായി KL 58 നമ്പർ കാറിൽ സഹീർ എന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു കവർച്ചാ സംഘം യാത്രക്കാരിയുടെ അറിവോട് കൂടി വരുന്നുണ്ട് എന്ന്. അതായത് ഈ യാത്രക്കാരി തന്നെയാണ് ഈ തട്ടിയെടുക്കാനുള്ള വിവരം കൊടുക്കുന്നത്. അങ്ങനെ ചെറിയ പണിയുണ്ട്. അതായത് ഞാൻ കാരിയറായിട്ട് വരികയാണ്, എനിക്കൊരു 10,000 25,000 50,000 അതിന് കിട്ടുക. അപ്പൊ ഞാൻ ഈ തട്ടിയെടുക്കൽ സംഘത്തിന് ഞാൻ തന്നെ വിവരം കൊടുക്കുകയാണ്. ഞാൻ അങ്ങനെ സ്വർണ്ണമായിട്ട് വരുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് വല്ല റിസീവ് ചെയ്യും, അപ്പം നിങ്ങൾ അവിടെ നിന്ന് തട്ടിക്കോ. അത് ഇതിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഈ സ്ത്രീ തന്നെ ആ വിവരം കൊടുത്തു എന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ നടക്കാറുണ്ട്. കാരണം ഈ 50,000 പുറമെ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ കാരിയർക്ക് 4-5 ലക്ഷം കൂടി കിട്ടും. അപ്പൊ അവര് തന്നെ ഒറ്റും. അപ്പൊ ആ ഒരു സ്റ്റൈലിലാണ് ഇതെന്നാണ് പോലീസ് പറയുന്നത്. KL 57 നമ്പർ കാറിൽ സഹീർ എന്ന നേതൃത്വത്തിൽ ഒരു കവർച്ചാ സംഘം യാത്രക്കാരിയുടെ അറിവോടുകൂടി വരുന്നുണ്ടെന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിൽ മുരളീധരൻ പോലീസ് സബ് ഇൻസ്പെക്ടർ കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ, അബ്ദുൾ ജലീൽ പോലീസ് സബ് ഇൻസ്പെക്ടർ 2 SIമാരെപ്പോഴെത്തിയത് കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ, CPO 5496 സന്ദീപ്, എയർപോർട്ട് ഹെഡ് പോസ്റ്റ് ഡ്യൂട്ടിയിലുള്ള SCPO 4692 പ്രതാപ്, CPO ഭവിത, ഒരു ലേഡി ഓഫീസർ. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് ആദ്യം അറിയാം. ലീഗലായിട്ട് എന്താ ചെയ്യേണ്ടത്? ആ അതോറിറ്റിക്ക് വിവരം ഒരു കൊടുക്കുക വേണ്ട. പോലീസിന് ഇങ്ങനെ ഒരു വിവരം കിട്ടിയാൽ ആ ഇൻഫർമേഷൻ അപ്പം പ്രിവെന്റീവ് ഡിപ്പാർട്ട്മെന്റിന്, കസ്റ്റംസിന് കൈമാറണം. അതാണ് ഇവരുടെ ഡ്യൂട്ടി. അത് ഇതിലൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ എന്നിവരെ എയർപോർട്ടിൽ പാർക്കിംഗ് ഏരിയയിലും അറൈവൽ 0 പോയിന്റ് ഇങ്ങനെ വരാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് അന്വേഷിച്ച് അപ്പൊ ഈ വരുന്ന ആളുകളെ പോലീസ് പിടിക്കുകയാണ്. ഇത് തട്ടിക്കൊണ്ടാൻ വരുന്ന ആളുകളെ കൈ കാണിച്ച് നിർത്തി പരിശോധനയിൽ 4 പേരെ കാണുകയും അവരുടെ വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണത്തിൽ യാത്രക്കാരിയെ കൂട്ടാൻ വന്നതാണെന്ന് പറയുകയും എന്നാൽ യാത്രക്കാരിയുടെ പൂർണ്ണ വിവരങ്ങൾ പറയാൻ കഴിയാത്തതും പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയും ഇതിനിടയിൽ കാറിലുണ്ടായിരുന്ന കറുത്ത് അടിച്ച ഒരാളും നീല കളർ ഷർട്ട് ധരിച്ച താടിയുള്ള ഒരാളും കാറിൽ നിന്നിറങ്ങി ഓടിപ്പോവുകയും ടിയാന്മാരെ പിന്തുടർന്നിലും പിടികൂടാൻ സാധിക്കാതെ വരികയും തുടർന്ന് വാഹനം ഓടിച്ചയാളെയും കൂടെയുള്ള ആളെയും വാഹന സഹിതം ഹെഡ് പോസ്റ്റിലെത്തിച്ച് പേരും വിലാസവും ചോദിച്ചതിൽ സോഹൻ മുഹമ്മദ് ജംനാസ് മാളിയക്കൽ ഹൗസ് ഇങ്ങനെ വന്നിട്ട് സിദ്ദീഖ്
വെള്ളമശ്ശേരി മൊബൈൽ നമ്പർ എന്ന് പേരും വിലാസവും പറയുകയും ഓടിപ്പോയ ആളെ കുറിച്ച് ചോദിച്ചാൽ അതിൽ കറുത്ത തടിച്ച ആൾ അരീക്കോട് സ്വദേശി സോ ആണെന്നും മറ്റേയാൾ ടീഷർട്ട് ധരിച്ച ആൾ താടിയുള്ള സഹീറിന്റെ സുഹൃത്താണെന്നും മൊഴി നൽകി. ഞാൻ ഷോർട്ടായിട്ട് വായിക്കാം, മീനിലേക്ക് പോവാണ്. എന്നയാളും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ടിയാന്മാരെ ചോദ്യം ചെയ്തതിൽ നിന്നും മൊബൈൽ ഫോൺ നമ്പർ പരിശോധിച്ചതിൽ നിന്നും സ്വർണം കൊണ്ടുവരുന്ന ദുബായിലുള്ള സ്ത്രീ ദുബായ് ദുബായ് ഫ്ലൈറ്റിലാണെന്ന് വരുന്നതെന്നും സുൽത്താൻ ബത്തേരി സ്വദേശി ഡീനയാണെന്നും കൊടുത്തയച്ച കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഇവർ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വന്ന് ഏകദേശം വിമാനത്തിൽ യാത്രക്കാരിയെ തിരിച്ചറിയാവുന്ന മുഹമ്മദ് സാദ് കെ എന്നയാൾ എയർപോർട്ടിലെത്തി യാത്രക്കാരിയെ വരുന്നത് നിരീക്ഷണം നടത്തി 9:30 മണിയോടുകൂടി എയർ ഇന്ത്യ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങി. നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കി യാത്രക്കാരി പുറത്തു വന്നു. ടിയാരിയെ കണ്ട് തിരിച്ചറിഞ്ഞ പേരും വിലാസവും ചോദിച്ച ഡീൻ വത്സൻ, ഡോക്ടർ ഓഫ് വത്സൻ, 66 വയസ്സ്, പള്ളിക്കുന്ന ഹൗസ്, ബീനാച്ചി എന്ന അഡ്രസ്സാണെന്ന് മനസ്സിലാക്കുകയും ടിയാരിയോട് സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചതിൽ പോലീസ് വയ്ക്കുക. ടിയാരി കൂടുതൽ പറയുകയും ചെയ്തതിൽ ടിയാരിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് എയ്ഡ് പോസ്റ്റിൽ കൊണ്ടുവന്ന് പിന്നെ അങ്ങനെ ചോദ്യം ചെയ്യാണ്. നിയമാനുസൃതം ഡിക്ലെയർ ചെയ്ത് ടാക്സ് അടച്ചിട്ടുണ്ടോ വെച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പരിശോധിച്ച് വന്നതിൽ അയാളുടെ പ്രതിനിധിക്ക് ഇവിടെ വെച്ച് കൈമാറാനാണെന്ന് പറഞ്ഞ് തുടർന്ന് സ്വർണ്ണാഭരണങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ കിറ്റിലെ ത്രാസിൽ വെച്ച് നോക്കിയപ്പോൾ 145 ഗ്രാം 145 ഗ്രാം 9 ഗ്രാം തൂക്കമുള്ള ടിയാരിയുടെ കവർച്ച മുതൽ, അതായത് ഈ 145 ഗ്രാം ഈ സ്വർണം കൊണ്ടുവരാൻ ഭയങ്കര കള്ളക്കടത്തല്ലേ. ഏത് പാസഞ്ചർക്കും 120 ഗ്രാം കൊണ്ടുവരാം, നിയമമാണ്. നമ്മുടെ എല്ലാ സഹോദരിമാരും വരുമ്പോഴും സ്വർണമുള്ളവർ 15 പവനും 12 പവനും 17 പവനും 20 പവൻ വരെ കസ്റ്റംസ് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഈ സാധു സ്ത്രീ കൊണ്ടുവന്നിരിക്കുന്നവരൊന്ന് കൊണ്ടുവന്നല്ല കേട്ടോ, കൊണ്ടുവന്ന് പറയാം, അത് ഞാൻ വേറെ പറയാം. കമ്പനിയുടെ മൊബൈൽ ഫോൺ ഇതൊക്കെ പിടിച്ചെടുത്തിട്ട് പിന്നെ ഇവർ ബന്ധോസിലെടുക്കുന്ന തയ്യാറെടുക്കുന്ന സീസർമാൾ മുതൽ വിവരങ്ങൾ ഒന്ന് മഹാശക്തികൾക്ക് 60.6 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ പാദസരം ആ സ്ത്രീന്റെ കാൽമല്ലതാണ്. 34.9 ഗ്രാമുള്ള ഒരു മോതിരം, 50.3 ഗ്രാം തൂക്കമുള്ള ഒരു മാല. ഇത്രയാണ് സ്വർണം. ഇതെല്ലാം കൂടെ ഈ 50.3 34.9 60.6 കൂട്ടിയാൽ ഈ പറയുന്ന 145 ഗ്രാം. പിന്നെന്താ ഉള്ളത്? കറുത്ത നിറത്തിലുള്ള ഒരു തുണി കൊണ്ടുള്ള സഞ്ചി. എന്തിനാ എത്ര കറുത്ത നിറത്തിന്? അപ്പൊ ഇത് ഈ 14 പവന് ആ സഞ്ചിയിലിട്ട് കെട്ടി, അതിന്റെ തെളിവാണ് ഇത്. ഈ സ്ത്രീ ശരീരത്തിലിട്ട് വന്നാണ്, ശരീരത്തിൽ ആ സാധാരണ വന്ന, പക്ഷെ അവരുടെ കയ്യിൽ സ്വർണ്ണുണ്ട്, അവർ കാരിയറായിട്ട് വന്ന. അങ്ങനെ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നു, ഇവിടെ കോടതിയിൽ ഹാജരാക്കുന്നു. 145 ഗ്രാം വെയിറ്റ് വന്നപ്പം കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റാണ് ചോദിച്ചത് ഇത് എന്ത് കേസാണ്. ഒന്നത് കളവ് കേസ. ഇവർക്ക് കളവേ എടുക്കാൻ പറ്റില്ല. കളവ് എപ്പോഴും നമ്മൾ കട്ടുകൊണ്ടുവരുമ്പോൾ അതിനൊരു പരാതി ഉണ്ടാവും, ഒരു പെറ്റീഷൻ ഉണ്ടാവും. 102 CRPC ഇത് എന്ത് ഒരു സ്ത്രീ യാത്ര ചെയ്യുമ്പം അവർ ധരിച്ച അവരുടെ ആഭരണമല്ലേ എന്ന് മജിസ്ട്രേറ്റ് നേരിട്ട് ചോദിച്ചത്. ഇതാണ് നമ്മളുടെ ഒരു വലിയ കേസ്. ഇതിൽ സംഭവിച്ചെന്താ പറയുക, നിങ്ങൾ ഏകദേശം 5-8 കിലോ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു സ്ത്രീൻ്റെ. അവിടെ സൈക്കിൾ രൂപത്തിൽ സ്വർണം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ മെയിൻ ഫ്രെയിമുകൾ ആ ട്യൂബിൽ ഇതൊക്കെ സ്വർണത്തിൽ നിർമ്മിച്ചിട്ട് ഈ പറഞ്ഞ പോലെ സൈക്കിളിൻ്റെ വീലും ചെറിയ ചെറിയ കുട്ടികളുടെ സൈക്കിള്, പ്ലേ സൈക്കിൾ, അതിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ട് കൊണ്ടുവന്നാണ്. അതാണ് ഇൻഫർമേഷൻ. അത് ഒന്നായിട്ട് വിഴുങ്ങി, ഒരു സൈക്കിൾ തന്നെ വിഴുങ്ങി. നിങ്ങൾ നോക്കണം, 145 ഗ്രാമിൽ എങ്ങനെ കേസെടുക്കും? ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരട്ടെ. ഇത് ഇനി PV പറഞ്ഞ് ഇനി ഇത് തെളിയിക്കാൻ കഴിയില്ല. മനസ്സിലായോ? എത്ര കേസ്? ഈ 156 കേസും ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ കൊണ്ടുവന്ന ആളുകളെ മാത്രം വിളിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മതി. എത്ര സ്വർണ്ണം അവർ കൊടുത്തത്, എത്രയാ കൊടുത്തത്? കൊണ്ടോട്ടിയിലെയും പരിസരത്തെയും സ്വർണ്ണ തട്ടന്മാരെ പിടിച്ച് പരിശോധിച്ചാൽ മതി. അപ്രൈസർ ഉണ്ണി കോടാന കോടീശ്വരനെ അതെങ്ങനെ അന്വേഷിച്ചാൽ മതി. ഇതാണ് ഈ കള്ളക്കടത്തിന്റെ ഒരു സൂചന. മനസ്സിലായില്ലേ? ഈ ആളുകളെ പലരെയും നമ്മൾ ബന്ധപ്പെട്ടു, പലരും വിറക്കാണ്.
തയ്യാറായി, പ്രത്യക്ഷത്തിൽ തയ്യാറായി വരാൻ ആളുകൾ വിറക്കുകയാണ്. ദുബായിൽ നിന്ന് വീഡിയോ കോളിലൂടെ പ്രത്യക്ഷപ്പെടാൻ തയ്യാറാണ്. പ്രശാന്തേ, ഒരുപാട് സ്ത്രീകൾ കാരിയസ് ആയിട്ട് വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഭീകരമായിട്ട് അവരെ ഉപയോഗിച്ചിട്ടുണ്ട്. ചില്ലറ ഉപയോഗമൊന്നുമല്ല. ഉപയോഗിച്ച് ഇവിടെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് കയറ്റിവിട്ട സ്ത്രീകളുണ്ട് ദുബായിൽ നിന്ന് വരാൻ, ഇങ്ങോട്ട് വരാൻ പേടിച്ച് നിൽക്കുന്നത്. നമ്മൾ അവരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ വരുന്നുണ്ട് എയർപോർട്ടിൽ. ആ സ്ത്രീകൾ വരാൻ തയ്യാറായാൽ അവരെ റിസീവ് ചെയ്യാൻ കരിപ്പൂർ എയർപോർട്ടിലേക്ക് PV അൻവർ വരുന്നുണ്ട്. നമ്മൾ അവരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അവർക്ക് എല്ലാ പ്രൊട്ടക്ഷനും ഈ ഗവൺമെന്റ് കൊടുക്കും. ആ ഗവൺമെന്റ് മുഖ്യമന്ത്രി എവിടെ ഉള്ളത്? ഇങ്ങനെ ഒരു കൊള്ളസംഘോ? ഇപ്പം ഇന്നലെ പൊന്നാനിയിലെ ഇന്ന് രാവിലെ റിപ്പോർട്ടർ വിട്ട വാർത്ത ഉണ്ടല്ലോ. എന്താ നിജസ്ഥിതി? പോലീസ് അന്വേഷിക്കട്ടെ. ഞാൻ പോയിരുന്നു പൊന്നാനിയിൽ ആ സ്ത്രീയെ കാണാൻ. ഇതിൽ ഒളിവും മറവൊന്നുമില്ല. അവിടെ ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ പൊതുപ്രവർത്തകരുടെ വീട്ടിലേക്കാണ് വന്നത്. ഒരു പൊതുപ്രവർത്തകനും 2 പ്രവർത്തകനും അല്ല, വനിതാ സഖാക്കൾ ഉണ്ടായിരുന്നു. അവിടുന്നാണ് ഈ സ്ത്രീ ഈ മൊഴി മുഴുവൻ ഈ റിപ്പോർട്ടറിന് കൊടുക്കുന്നത്. അവർ പല പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങിയതാ. CI പീഡിപ്പിച്ച കാര്യം പറയാൻ പോയി DYSP അതിലേറെ വലിയ പീഡകൻ. അവന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ SP അടുത്ത് അതിലേറെ പീഡകൻ. വസ്തുത അന്വേഷിക്കട്ടെ, സത്യം ഉണ്ടോന്ന് നമുക്കറിയില്ല. ആ സ്ത്രീ കൃത്യമായി പറയുന്നു. 10-30 ആളുകളുടെ മുമ്പിൽ നിന്നാ അവിടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. PV അൻവർ എവിടെയും കൊണ്ടേ ഒളിച്ചു വെച്ചിട്ടല്ല. പലരും ഇപ്പൊ ബന്ധപ്പെടുന്നു. സുജിത് ദാസ് സസ്പെൻഡ് ആയി എന്ന് പറഞ്ഞപ്പോ ഇന്നൊക്കെ എനിക്ക് വന്ന ഫോണുകൾ വരാൻ പോവാണ്. ഇതങ്ങനെ വിടാൻ പറ്റുമോ? ഞാൻ പുതിയൊരു വാട്സാപ്പ് നമ്പർ ഇന്ന് മുതൽ പോസ്റ്റ് ചെയ്യാൻ പോവാ. പോലീസിന്റെ ഈ ക്രിമിനൽസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടവർ, ക്രിമിനലാക്കപ്പെട്ടവർ, കള്ളക്കേസിൽ കുടുക്കിയവർ, ഇല്ലാത്ത MDMA കേസുണ്ടാക്കി സുജിത് ദാസും ടീമും ജയിലിൽ അടച്ചവർ, റിക്കവറി മുതലുകൾ കട്ടെടുത്തത്, ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന MR അജിത് കുമാർ, ഇവിടെ മാത്രമല്ല കേരളം മുഴുവൻ ഒരുപാട് മനുഷ്യരെ ഇദ്ദേഹം പീഡിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. ഫോൺ എടുക്കാൻ കഴിയില്ലതില്. അതുകൊണ്ട് ഒരു സെന്റർ തന്നെ, ഒരു വാട്സാപ്പ് പോയിന്റ് തന്നെ തുടങ്ങുക. എനിക്ക് പ്രിയപ്പെട്ട ജനങ്ങളോട് പറയാനുള്ളത്, അനാവശ്യമായ കാര്യം ദയവായി ഇതിലേക്ക് അയക്കരുത്. പോലീസ് നടത്തിയ ഇത്തരത്തിലുള്ള ക്രിമിനലിസം, നിങ്ങൾക്ക് നീതി കിട്ടാതെ പോയത്, നിങ്ങൾ ഭയപ്പെട്ട് പറയാതിരിക്കുന്നത്, ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കാൻ കഴിയാതെ ആത്മഹത്യയിൽ വക്കിൽ നിൽക്കുന്നത്, പോലീസ് നടത്തിയ അതിക്രമത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കേസുകൾ, മുഖ്യമന്ത്രി സൂചിപ്പിച്ച ആ പുഴുക്കുത്തുകളെ തേടിയുള്ള യാത്രയിലാണ് PV അൻവറും കേരളത്തിലെ സഖാക്കളും. ഞാൻ ഒറ്റക്കല്ല, ഒരുപാട് ആളുകൾ ഇതിന് തെളിവ് വരുന്നുണ്ട്. സംസ്ഥാനത്തെ എല്ലായിടത്തും സഖാക്കൾ ഇതുമായി ഇത്തരത്തിലുള്ള കേസുകൾ ബന്ധപ്പെടുന്നുണ്ട്. അതിനൊരു വഴി തുറക്കുകയാണ്. ഈ പറയുന്ന ചങ്ങാതി നൊട്ടോറിയസ് ക്രിമിനലാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പുഴുക്കുത്തുകളിൽ എത്ര പേരുണ്ട്? ഇവരുടെ പണിയെന്ത്? ഇവരെത്ര സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട്? എത്ര സ്ത്രീകളെ ഇവർ കൈവശം വെച്ചിട്ടുണ്ട്? ഈ സ്ത്രീകളിൽ നിന്ന് പണം അടിച്ചു മാറ്റിയിട്ടുണ്ടോ? ചില പോലീസ് ഓഫീസർമാരൊക്കെ സ്ത്രീകൾക്ക് പൈസ അങ്ങോട്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. എന്തിനാ അറിയോ? വെറുതെ. അവനെ അക്കൗണ്ടിലിടാൻ യാതൊരു മാർഗവുമില്ല. നിങ്ങളിട്ടോ, നിങ്ങൾ മാസത്തിൽ 5,000-10,000 നിങ്ങളെ ചെലവിനെടുത്തോ. എനിക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ ഞാൻ പറയാം. എങ്ങനെയുണ്ട്? പൈസ കൊണ്ട് പൂഴ്ത്തി വെച്ചെടുത്ത് നിറഞ്ഞ് കവിഞ്ഞിട്ട് ഇന്ന് 5 ലക്ഷം 10 ലക്ഷം എന്റെ അക്കൗണ്ടിൽ ഇട്ടോ, നീ മാസത്തിൽ 5,000-10,000 എടുത്തോ. വെറുതെ പറയല്ല. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരട്ടെ, ആൺകുട്ടികൾ വരട്ടെ അന്വേഷിക്കാൻ. ആൺകുട്ടികൾ വരണം. ഈ അന്വേഷണത്തെ ആരെങ്കിലും അട്ടിമറിക്കാൻ, ആരെങ്കിലും ദുരുദ്ദേശമായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷനിൽ കളിച്ചാലുണ്ടല്ലോ, നമുക്ക് നോക്കാം. അപ്പൊ ഈ വിഷയം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കാരണം ഇനിയും പറയാൻ കുറെ ഉണ്ട്. പോട്ടങ്ങളൊക്കെ ആകെ ബോറടിച്ചിരിക്കുക. നിങ്ങൾക്ക് ആകെ വേണ്ട രാഷ്ട്രീയമാണ്. നാട് കുട്ടിച്ചോറായാലും വേണ്ടില്ല എന്ന് വിചാരിക്കുന്ന
ഞാൻ പറയുന്നില്ല, പോട്ടെ. പിന്നെ നമ്മള് അങ്ങോട്ടെത്തും. ആര് പറഞ്ഞു? റിപ്പോർട്ട് ചെയ്യേണ്ട DGPക്കാണ്. ആരാ പറഞ്ഞു അങ്ങോട്ട് DGP അജിത് കുമാറിനെ റിപ്പോർട്ട് ചെയ്യാൻ? അല്ല, ആയിക്കോട്ടെ, അദ്ദേഹത്തിനെ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങളോട് ആരാ പറഞ്ഞു? എന്റെ പ്രിയ സഹോദര, ഞാൻ 4 ദിവസമായിട്ടില്ല, 3-4 ദിവസമല്ലേ പെറ്റീഷൻ കൊടുത്തിട്ടായിട്ടുള്ളൂ. 3-ാമത്തെ ദിവസം ഒരു IPS ഓഫീസറെ സസ്പെൻഡ് ചെയ്തില്ലേ? ഇന്ന് എൻ്റെ അടുത്ത് സമയം ചോദിച്ചാൽ ആര്? IG ഇന്നലെ പറ്റുമോ? ഇന്ന് സാറ്റർഡേ അല്ലേ? ഇന്ന് ഫ്രൈഡേ, സോറി. ഇന്ന് പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഈ പണികളൊന്ന് പൂർത്തിയാണ്. ആൾ വരുമ്പോൾ എന്തെങ്കിലും താരത്തിൽ വെച്ച് കൊടുക്കണ്ടേ? അപ്പം ഞാൻ അതിൻ്റെ പണിയിലായതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പ്ലീസ്, ഞാൻ കുറച്ച് നിങ്ങളോട് പറയാനുള്ള കാര്യത്തിൻ്റെ പണിയിലാണ്, 1-2 ദിവസം കൂടി എക്സ്റ്റൻഷൻ തരണം, നമുക്ക് സാറ്റർഡേ ഇരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വരുന്നുള്ളൂ. അദ്ദേഹം നല്ലൊരു ഓഫീസറാണ് ഞാൻ കേൾക്കുന്നത്. തെളിവ് ഞാനല്ലേ കൊടുക്കുന്നത്. ഇവിടെ ഇതിന് എന്താ പറയുക, ഇതിൻ്റെ സൂപ്പർവൈസ് ചെയ്യേണ്ടത് DIG അല്ലേ? അദ്ദേഹം സത്യസന്ധമായി ചെയ്യുന്നതാണ് ഞാൻ ഇപ്പം പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. അല്ല, നമ്മൾ സ്വാധീനിച്ചിട്ട് ഇതിൽ കാര്യമില്ല. നമ്മൾ ഒപ്പത്തിനൊപ്പല്ലേ, നമ്മൾ ഓരോ തെളിവ് അവർക്ക് കൊടുക്കുക, അപ്പം തന്നെ നിങ്ങൾക്ക് തരും. അല്ല, ഹെഡ് മാസ്റ്റർക്കെതിരെ പ്യൂൺ അന്വേഷിക്കുന്ന കാര്യം തീരുമാനിക്കപ്പെടുന്നത് 30-ാമത്തെ ദിവസം ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോഴാണ്. ഈ അന്വേഷണ പരിധിയിൽ ഈ പറയുന്ന ഞാൻ കൊടും ക്രിമിനൽ എന്ന് വിളിക്കുന്ന ADGP അജിത് കുമാർ അടക്കം ഈ കേസിന്റെ കണ്ണിയാണോ എന്നാണ് DGPയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. 30-ാമത്തെ ദിവസം അന്വേഷണ റിപ്പോർട്ട് കൊടുക്കട്ടെ. ഇതുപോലൊരു കൊള്ള സംഘം, ഇതുപോലുള്ള ക്രിമിനലിസം, ഒരു എയർപോർട്ട്, ഒരു രാജ്യദ്രോഹ കുറ്റം, ഒരു ദിവസം 2 ദിവസം 2 സംഭവമല്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ 2 മാസവും 2 വർഷവും 11 മാസവും ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ഈ അങ്ങാടി പാട്ട് ഇല്ലേ, നിങ്ങളൊക്കെ എത്ര പാട്ട് പാടി? ഒറ്റക്കൊരു സുജിത്ദാസിന് സാധിക്കുമോ? ഈ ചെയിന് DGPയുടെ നേരിട്ടുള്ള നിയന്ത്രണമില്ലെങ്കിൽ ഇത് നടക്കുമോ? സോറി, ADGPയുടെ ലോ ആൻഡ് ഓർഡർ. ഏത് പോലീസുകാരനെ ധൈര്യം വരിക? ഏത് സുജിത്ദാസിനെ പേര്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ഭയങ്കര തമാശ തോന്നിയൊരു സംഗതിയുണ്ട്. അഷ്കർ, ഒരു മിനിറ്റ് നീ അയക്കുക. ഈ കോടികൾ മുഴുവൻ നോക്കിയിട്ട് ഇതിന്റെ തൊട്ട് ബാക്കിലല്ലേ ഇപ്പം നമ്മളെ ക്യാമ്പ് ഹൗസ്? 10,000 റുപ്യയിൽ ഒരു മരക്കഷ്ണം കട്ടവും പോണെങ്കിൽ അല്ലേ? ഒന്ന് ആലോചിക്കുന്ന, അത് ടെൻഡൻസിയാ, കളവ്. അത് ജീവിതത്തിൽ പഠിച്ചോ മറക്കൂല. മനസ്സിലായോ? കോടികൾ അടിച്ചു മാറ്റി നാളെ പൊളികം വരിക. ഇവിടെയുള്ള മരം മുറിച്ചത് കൊണ്ടുപോണേ നിങ്ങളൊന്ന് ആലോചിക്ക്. ഇവനെ എങ്ങനെ IPS ഓഫീസറായി? ഇവൻ എന്നിട്ട് ഗുഡ് എൻട്രി, ഗുഡ് ബുക്സ്. ഏത് പണക്കാരനായാലും ഈ ടെൻഡൻസി ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങൾ കേട്ടോ, നമ്മളത് കുറെ കണ്ടിട്ടില്ല, ഒരു ഓഫീസിലോ കാര്യത്തിലോ ഒന്ന് അത്യാവശ്യം മോശമില്ലാത്തൊരു പേന ഉണ്ടെങ്കിൽ മോഹൻലാലിന് മറ്റേ സിനിമയിൽ എടുക്കാൻ ഒന്ന് ഇങ്ങനെ എടുത്ത്, മനസ്സിലായോ? അത് ടെൻഡൻസിയാണ്. ആ ടെൻഡൻസി ഉള്ളവനവൻ ഈ കോടികൾ മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് ഒരു മരക്കഷ്ണത്തുമല്ലേ ഇപ്പോൾ തൂങ്ങിയത് അല്ലേ? അവിടുന്നല്ലേ തുടങ്ങുന്നത്? അതാ പറഞ്ഞ പടച്ചോന്റെ നിശ്ചയ. ഇത് പടച്ചവന്റെ നിശ്ചയ. ഈ നാട്ടിലെ ജനങ്ങള്, ഈ ക്രൂരന്മാര്, ഈ നീതിപാലകരെന്ന് പറയുന്ന ഈ കൊള്ളക്കാര് വരട്ടെ, നമുക്ക് നോക്കാം. എപ്പോഴാ പറഞ്ഞു? ഞാനെ കാണില്ല, ഞാൻ ഈ പണിന്റെ തിരക്കിലാതുണ്ട്. എഴുതി കൊടുത്തതിൽ ശശിയുടെ പേരില്ല. ഇല്ല, ഞാൻ അല്ല, പാർട്ടി ഞാൻ നാട്ടുകാരോട് ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ പാർട്ടി കേട്ടിട്ടുണ്ടല്ലോ, അല്ലാതെ ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. എഴുതി കൊടുത്തില്ല എന്നല്ല പറഞ്ഞു, എഴുതി കൊടുത്തിട്ടില്ല. കണ്ടപ്പോ നമ്മൾ പലതും പറയില്ലേ, എഴുതി കൊടുത്തു. അല്ല, മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തതിലും ശശിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, വിട്ടുപോയതല്ല. ഇനിയിപ്പോ അത് അങ്ങനെ സെക്രട്ടറി പറഞ്ഞോ? അപ്പൊ നിങ്ങളത് ഒരു സംശയത്തിലാണ്. ഞാൻ ഇനി മുഖ്യമന്ത്രി കൊടുത്ത പരാതിയും കൂടെ തരാം. നമ്മളിതുവരെ പുറത്തു വിട്ടിട്ടില്ലല്ലോ. വെറുതെ അങ്ങനെ ഒരു സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി വിശ്വസിക്കേണ്ട കാര്യമില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പരാതിയാണ് സെക്രട്ടറി അത് അന്ന് പറഞ്ഞാണല്ലോ. ഒരു മിനിറ്റ് എന്നല്ലല്ലോ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് വിട്ടുതരാം. ഇതിലൊന്നും ഒരു ക്ലാരിറ്റി കുറവും വേണ്ട.
മഹേഷിന്റെ ഇതിക്കൂട്ടല്ലേ ഗ്രൂപ്പിൽ ഇങ്ങോട്ട് കൊടുക്കൂലേ? ഞാൻ തന്നെ നോക്കട്ടെ. ഗവൺമെന്റ് ഓർഡർ CM ലെറ്റർ അപ്പോൾ നിങ്ങളെ പരിശോധിച്ചേക്ക് കറക്റ്റാണ്. അതിൽ എന്താ പറയാ, സെക്രട്ടറി പറഞ്ഞാണ് ഇതിന് വാസ്തവം. മഹേഷ് മനോരമ ഇപ്പോൾ വരും, ഒന്ന് പാസ് ചെയ്ത് തുടങ്ങി. മഹേഷ് മനോരമ എങ്ങനെ പരസ്യമായി വന്ന് ആരോപണങ്ങൾ ഇങ്ങനെ പരസ്യമായി പറഞ്ഞത് ശരിയായില്ല എന്ന് ഗോവിന്ദ മാഷ് സെക്രട്ടറി പറഞ്ഞു. ശരിയല്ലേ? ശരിയല്ലേ? ആ പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പരസ്യമായി പറഞ്ഞത് ആ പാർട്ടി സിസ്റ്റത്തിന് എതിരാണല്ലോ. മാഷ് പറഞ്ഞത് കറക്റ്റ് അല്ലേ? അതിൽ അദ്ദേഹത്തിന് അങ്ങനെ തെറ്റ് പറയാൻ പറ്റുക? അത് കറക്റ്റാണ് പറഞ്ഞത്. അല്ല, ഞാൻ പാർട്ടിക്ക് ഇപ്പൊ ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലക്കാണ് ഇതൊക്കെ ഉന്നയിച്ചു പൊതുസമൂഹത്തിന് മുമ്പിൽ. പാർട്ടി സംവിധാനത്തിൽ മാഷ് പറഞ്ഞ കറക്റ്റാ. ആ സംവിധാനത്തില് എന്താ മാഷ് ഉപയോഗിച്ച വാക്ക്? ഇനി പാർലമെന്ററി പാർട്ടി തുടങ്ങണമെങ്കിൽ അടുത്ത നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോഴാണ് പാർലമെന്ററി. അതെ, അല്ല, പാർലമെന്ററി പാർട്ടിയിൽ ഇത് ഉന്നയിക്കണമെങ്കിൽ അടുത്ത നിയമസഭാ സമ്മേളനം വരെ ഞാൻ കാത്തു നിൽക്കണം. മനസ്സിലായില്ലേ? അപ്പോഴേക്കും ഇനി 2-3 മാസം കഴിഞ്ഞിട്ടേ പാർലമെന്റ് സമ്മേളനം ഉണ്ടാവുള്ളൂ. അതുവരെ കാത്തിക്കാല ശേഷി എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പൊതുസമൂഹത്തിലൂടെ പറഞ്ഞു. അത് മാഷ് പറഞ്ഞ കറക്റ്റാ. അല്ല, ഇതിൽ നിങ്ങളെ പിന്തുണ ഉണ്ടോ? എനിക്ക് ഉണ്ടോ? അപ്പൊ പിന്നെ എല്ലാവരും പിന്തുണ ഉണ്ടാവില്ലേ? ഈ നാടിന് DYFIന് മാത്രം എടുത്തു ചോദിക്കണം. ഈ നാട്ടിൽ എല്ലാവരും പിന്തുണ, ഈ പൊതുസമൂഹം നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവും. അല്ല, ഞാനത് കേട്ടില്ല. ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി, ബഹുമാനിയ സെക്രട്ടറി എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല. അത് കേൾക്കാതെ എനിക്ക് പറയാൻ വയ്യല്ലോ. പ്രത്യേകിച്ച് പ്രശാന്തിന്റെ ചോദ്യത്തിനൊന്നും അങ്ങനെ ഡയറക്റ്റ് ഉത്തരം പറയാൻ പറ്റില്ല. ഞാൻ കേട്ടിട്ടില്ല. അല്ല, അങ്ങനെ തള്ളുന്നുണ്ടെങ്കിൽ എനിക്കതിന് മറുപടി കിട്ടും. ഞാൻ സാധനം കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ കൊടുത്തതിന്റെ റിപ്ലൈ ആണല്ലോ ഇപ്പൊ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഞാൻ ഇരിക്കുന്നത്. പിന്നെ MLA പറഞ്ഞൊക്കെ പാർട്ടി സെക്രട്ടറി തള്ളുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണേ. നിങ്ങൾ അങ്ങനെ തള്ളൂല. അല്ല, അത് മാഷ് പറഞ്ഞൊക്കെ പാർട്ടി തീരുമാനമല്ലേ. ഞാൻ പറഞ്ഞ മാതിരി മാഷൊക്കെ എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റും. അതേ ഈ പാർട്ടിയുടെ സെക്രട്ടറി അല്ലേ, ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനത്തിന്റെ ഭാഗമല്ലേ. ഞാൻ അങ്ങനെയല്ലല്ലോ. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് എന്ത് പറഞ്ഞൂടെ? ആ ഒരു എന്താ പറയാ, എന്റെ ആ പൊതുപ്രവർത്തകന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. മാഷ് പറയുന്നത് പാർട്ടിയുടെ ചട്ടക്കൂടിന് വിരുദ്ധമായിട്ട് തന്നെയാണ് എന്റെ എന്താ പറയാ. അങ്ങനെ ആ പാർട്ടിയിൽ പരാതി തെരഞ്ഞെടുപ്പ് സംവിധാനം സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, അതിലേക്ക് എത്തുന്നല്ലോ. ഞാൻ എത്തിയിട്ടില്ലല്ലോ. ഒരിക്കലും പറയില്ല. ഗോവിന്ദ മാഷ് അങ്ങനെ പറയാൻ മാഷ് പറഞ്ഞിട്ടുണ്ടാവുക, നിങ്ങൾ ഈ പൂരം കലക്കിയ വിഷയം നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോയത്? ADGP അജിത് കുമാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദൂതനായി പോയിട്ട് BJPയുമായി RSSുമായി ധാരണ ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണ് ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ എന്നാണ് നിങ്ങൾ പറയാൻ ശ്രമിച്ചത് അല്ലേ? ഈ പാർട്ടിക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഈ BJPയുമായി RSSുമായി സംസാരിക്കാൻ ഈ നൊട്ടോറിയസ് ക്രിമിനലിന്റെ ആവശ്യമുണ്ടോ? നമ്മളെല്ലാവരും ഇവിടെ ലീഗും കോൺഗ്രസും മാർക്സിസ്റ്റും BJPയും ഒക്കെ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഹലോ, എന്തൊക്കെയുണ്ട്? സുഖമുണ്ട്? അല്ല, നമുക്കൊന്ന് ആലോചിക്കണ്ടേ? അതിന് ഈ ക്രിമിനലിന്റെ അടുത്ത് പോയി സംസാരിക്കണോ? എന്തൊരു ബാലിശമായ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ഇതെവിടെ കൊണ്ട് കെട്ടാനാണ്? ഞാൻ ഇന്നലെയും പറഞ്ഞു, നിലമ്പൂരിലെ നിങ്ങൾ എത്ര കാലമായി CPMനെ BJPയോടും RSSനോടും ഒട്ടിക്കാൻ നോക്കണ്? എവിടെയെങ്കിലും ഒട്ടിയോ? നിലമ്പൂരില് 19,000 വോട്ടുണ്ട്. ഇതാ ഇരിക്കണ മാഷിന്റെ ജ്യേഷ്ഠനാണ് മത്സരിച്ചിരുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത്, പ്രശാന്തിന്റെ എൻ്റെ പ്രിയ സുഹൃത്ത് DCC പ്രസിഡന്റ് VV പ്രകാശ്. പ്രശാന്ത് എത്ര വോട്ട് ഉണ്ടായിരുന്നു BJPക്ക്? 7,000 വോട്ട് അല്ലേ? അതിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ എത്രയാ? ഇവിടെ ഇരിക്കുന്നത് പ്രശാന്ത്, ഇവിടെ ഇരിക്കുന്നത്. എവിടെ പോയി BJPന്റെ വോട്ട്? ബൂത്ത് പോലും ഇല്ല. എന്ന് 21 തെരഞ്ഞെടുപ്പിൽ ഞാൻ രണ്ടാമത് മത്സരിക്കുമ്പോൾ ജാഗ പുകയായിരുന്നു BJP.
പിന്നെ ആ സാധനമില്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നുമില്ല. ആർക്കാ പോയത്? പി വി അൻവർ എങ്ങനെയാണ് 4000 വോട്ട് 3700 ചുരുങ്ങിയത്? ബി ജെ പിൻ്റെ 13,000-14,000 വോട്ട് ഈ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ പ്രശാന്ത്, ഏഷ്യാനെറ്റിൻ്റെ ലേഖകൻ കൂടിയായ പ്രശാന്തിൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ കോളേജ് മേറ്റ് കൂടിയായ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, പാവം മരിച്ചു. ഇന്നും അദ്ദേഹവുമായി എന്താ പറയുക, ആ കുടുംബമായിട്ട് ആ ബന്ധം നടത്തുക. മുഴുവൻ വോട്ട് ബി ജെ പി കൊടുത്താൽ നിലമ്പൂരിൽ വളരെ സാക്ഷികളല്ലേ. പിന്നെ നിങ്ങൾ ഒട്ടിക്കാൻ തുടങ്ങിയിട്ട് അത് നടക്കില്ല. അങ്ങനെ ആ രീതിയിലേക്ക് നിങ്ങളിത് വളച്ചൊടിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. എവിടെ എത്തൂല എൻ്റെ അസ്കറെ, നോ വേ. മറ്റൊരു കാര്യം, പി വി അൻവറിനെ കൊള്ളക്കാരനായും പരിസ്ഥിതി ലംഘിക്കുന്നവനൊക്കെയായി ചിത്രീകരിച്ച മാധ്യമങ്ങൾ ഇപ്പോൾ പി വി അൻവറിന് വലിയ താരവിമർശനം നൽകുന്നു. അത് സി പി എമ്മിനോടുള്ള പുതിയ പുതിയ പാർട്ടിക്കെതിരായ ചില വിവാദങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ടാണെന്നാണ്. അത് താങ്കളെ തള്ളുകയാണോ കൊള്ളുകയാണോ? കറക്റ്റല്ലേ? അത് കറക്റ്റല്ലേ? നിങ്ങൾ എന്നെ കൊല്ലാൻ നടന്ന ആളുകളല്ലേ, എന്നെ നശിപ്പിക്കാൻ നടന്ന ആളുകളല്ലേ. പാര വെച്ചിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടോ? വാർത്തകൾ കട്ടെ നേരം വെളുത്താല് ഇപ്പൊ എന്തോ ഒരു സ്നേഹമാണ് അല്ലേ. എത്ര നേരമായി നിങ്ങൾ കാത്തിക്കുന്നു. ഈ ചങ്ങാതി വന്നിട്ടൊന്ന് സംസാരിച്ച് എന്താ കാര്യം? എന്തെങ്കിലും വായന്ന് വീട്ടിട്ടിട്ട് അങ്ങോട്ട് ചാമ്പാനെ എടുക്ക്. പി വി അൻവർ പാർട്ടിക്ക് പുറത്തേക്ക്, പി വി അൻവർ പാർട്ടിക്ക് അപ്പുറം, ഇതൊക്കെ വിചാരിച്ചിട്ടല്ലേ വരുന്നത്. ഇനിയിപ്പോൾ അത് കിട്ടൂല, നിങ്ങളൊക്കെ ഒഴിയും. അത് കിട്ടും വിചാരിച്ച് ദയവായി നിൽക്കണം. ഞാൻ ആദ്യം പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് ഇനിയും കിട്ടും. കാരണം ഞാൻ പറഞ്ഞ ഞാൻ മഹാത്മാഗാന്ധിൻ്റെ മകനൊന്നുമല്ല, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം എന്നെ നേരിടാനുള്ള ആയുധങ്ങൾ ഇനിയും നിങ്ങൾക്ക് കിട്ടും. ദയവായി തൽക്കാലം നിങ്ങൾ ഈ വിഷയത്തിൽ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ വിഷയം നമുക്കും നമ്മുടെ കുട്ടികൾക്കും കുടുംബത്തിനും അടുത്ത തലമുറക്കും ഇവിടെ ജീവിച്ചു പോകണം. അതിനുള്ളൊരു സാഹചര്യം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഈ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, അങ്ങേയറ്റം വിനയത്തോടു കൂടി ആവശ്യപ്പെടുകയാണ്. അത് നിങ്ങൾ സഹായിക്കണം. കാരണം നിങ്ങളും കൂടി ഉണ്ടെങ്കിലേ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ജനത്തിൻ്റെ കൂടെ ഉണ്ട്. ഈ തെളിവുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുസമൂഹത്തിൽ നിന്ന് എന്താ പറയുക, പിക്ക് ആൻഡ് ചൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ വായിൽ നിന്ന്, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വളഞ്ഞ വഴി ഉപയോഗിച്ച് ഈ മുന്നണിയെയും ഈ പാർട്ടിയെയും എതിരെ കൊണ്ടുപോകാൻ നിങ്ങൾ കുറേ ദിവസമായിട്ട് ആഗ്രഹിച്ച് എവിടെ എത്തിയിട്ടില്ല. ഇനി അത് എത്തൂല. കാരണം ആ ചൂണ്ട നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്ക് കൊത്തൂല. എൻ്റെ ഉദ്ദേശം അതല്ല. ഞാൻ ആ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് വേണ്ടിയും ഈ ഗവൺമെൻറ് ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധ സഗൗരവം ഈ വിഷയത്തേക്ക് വരാനാണ്. അല്ലാതെ ഞാൻ ഈ പരാതിയൊക്കെ കൊടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതെല്ലാം വായിച്ച് നോട്ട് ചെയ്തിട്ട് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൊടുക്കും. അതുകൊണ്ട് ഒരു ചുക്കും നടക്കില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. അതിൽ എൻ്റെ പാർട്ടി പ്രവർത്തകരോട് ക്ഷമിക്കുക. അത് ഈ വോട്ട് കിട്ടുന്ന കാര്യം, പാർട്ടിൻ്റെ കാര്യം, സാധാരണ പ്രവർത്തകരെ അനുഭവിക്കുന്ന കാര്യത്തിന് റിസൾട്ട് ഇല്ല. ഉണ്ടെങ്കിൽ ഇപ്പം ഇത് ഉണ്ടാവണ്ടേന്ന് അല്ല, പരാതി ഞാൻ കൊടുക്കും. ഞാൻ ബഹുമാനപ്പെട്ട സെക്രട്ടറി എന്താ പറഞ്ഞ പരാതി എഴുതി തന്നെ അന്വേഷിക്കുന്നല്ലോ ഉണ്ട്. ഞാൻ എഴുതി കൊടുക്കും. എന്ത് സമയം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കില്ല. അത് ഞാൻ എഴുതി കൊടുക്കും. ഞാൻ ഒരു കാര്യത്തിനും കൂടി അന്വേഷണത്തിൽ, അതും കൂടി കഴിഞ്ഞിട്ടേ ഞാൻ ആ പരാതി കൊടുക്കുള്ളൂ. എങ്ങനെയാണ്, ഒരു മിനിറ്റ്, ഞാൻ ആ പരാതി കൊടുക്കാത്തതിന് ഒരു കാരണമുണ്ട്. ഞാനൊരു വളരെ വളരെ ഗൗരവമായൊരു വിഷയം എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് സരിത കേസാണ്, സോളാർ കേസ്. ഈ സോളാർ കേസ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ആ അട്ടിമറിക്കപ്പെട്ടതിൽ 2 ആളുകളുണ്ട്. ഒന്ന് ഈ ADGP അജിത് കുമാറാണ്, നമ്പർ 1 ഈ പറയുന്ന അതിൻ്റെ റോള് വഹിച്ചത്. രണ്ടാമത്തെ ആള് കൂടി 2-3 ആളുകളുണ്ടെന്നാണ്. ആ 2-3ൻ്റെ അന്വേഷണത്തിലാണ്. അതിന് എനിക്കൊരു കൃത്യമായ വിവരം കിട്ടിയാൽ അതും കൂടി, അതൊരു ഗൗരവമായ വിഷയമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്നും ഈ എന്തായി സോളാർ, എന്തായി സരിത കേസ്, എല്ലാ സ്റ്റേജിലും എല്ലാ തെരഞ്ഞെടുപ്പിലും കേൾക്കില്ലേ? കേരളം കുട്ടിച്ചോറാക്കിയില്ലേ? 10,000-കണക്കിന് സഖാക്കളുടെ മുട്ടടിച്ച് പൊട്ടിച്ചില്ലേ അന്നത്തെ UDF ഗവൺമെന്റ്? എത്ര ആൾ ജയിലിൽ കുടുങ്ങി? ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു കൃത്യമായ സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി പാർട്ടി ഏറ്റെടുത്ത് ഒരു സമരം നയിച്ച് ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിലേക്ക് പോയി അതിൻ്റെ ഭാഗമായി ഇവിടെ നടത്തിയ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ടീമിൻ്റെ അന്വേഷണം ഒരു ഘട്ടത്തിൽ നന്നായി നടന്നു, 2ാം ഘട്ടത്തിൽ മോശമായി, 3ാം ഘട്ടത്തിൽ എങ്ങനെ സ്റ്റേറ്റിലെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിക്കുമ്പോൾ
എങ്ങനെയാണ് ഇത് CBIയിലേക്ക് പോയത്? ആരാണ് ആവശ്യപ്പെട്ടത്? സരിത അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സരിത അത് ആവശ്യപ്പെട്ടത്? ഞാൻ അതിന്റെ പിന്നാലെയാണ്. അത് ഒരു 3-4 ദിവസം കൊണ്ട് അതിന്റെ ക്ലാരിറ്റി വരട്ടെ. അപ്പം എന്റെ ഈ പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ച ഇത് മാത്രമല്ല, പല കാര്യങ്ങളും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയുടെ വെൽവിഷേഴ്സ് ആണ് എന്ന് പുറത്ത് പ്രകടിപ്പിക്കുകയും അടി കൂടെ പാർട്ടിക്ക് പാരവെക്കുകയും ചെയ്ത ഒരു 3-4 കാര്യങ്ങൾ കൂടി ഉണ്ട്. അതെല്ലാം കൂടെ പരിശോധിച്ച് പേപ്പറാക്കി ഞാൻ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിയുടെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കൊടുക്കും. പോലെ ആലോചിക്കട്ടെ. പാർട്ടി കാര്യത്തിൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞതിനപ്പുറം എന്താ? അത് തന്നെയല്ലേ എൻ്റെ അവസാന വാക്ക്. PV അൻവർ ചെയ്ത് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്താൻ പാടില്ലായിരുന്നു പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? ആ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഞാൻ ഒരു പാർട്ടിക്കാരൻ നിലക്കല്ല ചെയ്തത്. ഞാനൊരു സമൂഹത്തിലെ ഒരു പൊതുപ്രവർത്തകൻ നിലയ്ക്ക് ആ ഒരു ഞാനൊരു സ്വതന്ത്രനാണല്ലോ, ആ സ്വാതന്ത്ര്യത്തിന്റെ ചെറിയൊരു അംശം എടുത്തിട്ട് ഞാൻ പറഞ്ഞു. അത് ഞാൻ പാർട്ടി സെക്രട്ടറി സല്യൂട്ട് ചെയ്യുക കാര്യത്തിൽ എന്താർക്കും. ഇപ്പൊ ഞാൻ മുഖ്യമന്ത്രിക്ക് എന്താ സെക്രട്ടറി എന്താ പറഞ്ഞു, പരാതി തന്നിട്ടില്ല, എഴുതി സത്യല്ലേ? എന്റെ ഫോണിലുണ്ടല്ലോ, ഇപ്പൊ തരാൻ പറ്റി. പാർട്ടിക്ക് നിയന്ത്രണ വിധേയനാകാൻ PV അൻവർ തയ്യാറല്ല എന്ന് തന്നെയാണ്. അല്ല, അത് നിങ്ങളെ തോന്നല. ആ പാർട്ടിക്കാർക്ക് അറിയും PV അൻവർ നിയന്ത്രണ വിധേയനാണ് അല്ലാത്തനാണ്. എഴുതി കൊടുക്കുക. അല്ല, അതൊന്നും ഇപ്പൊ എന്താ പറയാ, ഞാനിപ്പോ ഒരു പാട്ട് പാടാൻ എനിക്ക് ഉദ്ദേശം. ഞാൻ ഇപ്പൊ പാട്ട് പാടുന്നില്ല. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടേന്ന്. നമ്മളതിന്റെ അന്വേഷണത്തിലാണ്. ഇപ്പൊ ഈ അന്വേഷിച്ച് ഇവിടെ എത്തിയത് നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ഇതിലൊന്നും കൂടുക. നമ്മളെ മലപ്പുറം ജില്ലയിലാണ് ഈ കാര്യം മുഴുവൻ നടന്നത്, ഈ കൊള്ള മുഴുവൻ നടന്നത്, ഈ സ്ത്രീകളുടെ പീഡനം മുഴുവൻ നടന്നത്, ഈ MDMA. ഇത് വേറെ MDMA ഇല്ലല്ലോ. കേൾക്കണ്ട, എത്ര ശതമാനം കുറവാ? ഇത് മുഴുവൻ നടന്നത് ഈ പറയുന്ന ഇതിന് കാവൽ നിൽക്കേണ്ട, അവരെ രക്ഷിക്കേണ്ട വേലി വിളവ് തിന്നല്ലത്. വിളവും തിന്ന്, വേലിയും തിന്ന്, വീടും തിന്ന്, വീട്ടുകാരിൽ നിന്ന് പോവുകയാണ് കാവൽ നിൽക്കേണ്ടവര്. അപ്പൊ ഇതിൽ നമ്മൾ സഹായിക്കും പ്ലീസ്. എന്ത് തന്നെയായാലും MLA സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിലെയും മുഖ്യമന്ത്രിയും ഒക്കെ പ്രതിസന്ധിയിലാക്കുക തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ഈ പാർട്ടിയോ പ്രതിസന്ധിയിലാവുന്ന? ഈ പാർട്ടിയോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ, ഇടതുപക്ഷ പ്രസ്ഥാനമോ? PV അൻവർ ഇറങ്ങി 2 സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ ഈ പാർട്ടി അവിടെ പ്രതിസന്ധിയിലാവും. UDF എത്ര സമരം ചെയ്യുന്നു മാഷേ? പല കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു സമരം കത്തിക്കാളിയിട്ടുണ്ടോ? എന്തെങ്കിലും? അതിങ്ങനെ ഷൂ നന്നാണ്ട് ഈ മെഴുതിരി കത്തുന്ന പോലെ കെട്ടുപോയിട്ട് ഇപ്പൊ ഒരു പണിയില്ല. PV അൻവർ പറഞ്ഞു പറഞ്ഞ് PV അൻവറിന്റെ ബാക്കിൽ ഹസൻ സാഹിബിന്റെ MMSന്റെ ഒരു ക്ഷണം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് പോയിട്ടില്ല. നട്ടലുണ്ടെങ്കിൽ അൻവറിനെ ഞങ്ങൾ സ്വീകരിക്കും. എന്താണ് നേതാക്കന്മാരൊക്കെ സ്ഥിതി? നട്ടല് പോയിട്ട് വാഴപ്പിണ്ടി എന്ന് പറയാൻ മേത്. പാവ മനുഷ്യന് അയാൾക്കൊക്കെ ഒരു സീറ്റ് കൊടുക്കാൻ പറയുന്നത്. ഇത്ര കാലായി. അല്ല, എനിക്ക് ആ സ്ത്രീ പറയുന്നത് ശരിയാണെങ്കിൽ അത്ര നമുക്ക് പോയി പറയാൻ പറ്റും. ആ സ്ത്രീ പറയുന്നത് ശരിയാണെങ്കിൽ എത്ര വലിയ ക്രിമിനലിസമാണ് എന്ന് പറയാൻ പറ്റില്ല. അത് പോലീസ് വനിതാ ഇവിടെ ഇപ്പൊ ഞാനിപ്പോ ഈ ഇന്നത്തെ ഒരു പകലിൽ നിന്നും മനസ്സിലാക്കുന്നത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് മാത്രം മതിയാവില്ല. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഈ പോലീസുകാർ കാണിച്ച ഈ അക്രമത്തിന് ഒരു IG-യുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ലേഡീസ് വനിതാ പോലീസ് വിഭാഗത്തെ ഇവിടെ നിർത്തേണ്ട ഗതികേട്ടിലേക്ക് പോകുന്നു. ഞാനെ കണ്ടില്ല. നിഷേധിക്കാതിരിക്കോ? ഞാനേ ചെയ്തു തന്നെ കീറട വണ്ടിയിൽ കയറിയില്ലേ? അല്ല, ആ പോലീസുകാരൻ പറയാണ്, ഞാൻ ആ പോലീസുകാരൻ പറയാം എനിക്ക് പറ്റിപ്പോയി കാരണം എന്താ ചെയ്യാ, കയറി വണ്ടിയിൽ കയറി എങ്ങോട്ടാ പോണോ? കോടതി എന്നങ്ങോട്ടാ. എല്ലാവരും പറയില്ല ചെയ്തിട്ടില്ല. അതിലെന്താ തർക്കം? എന്താണ് ഈ ബാലിശമായ കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ 2-3 കാര്യം കൂടി അന്വേഷിക്കാന്നില്ല. ഈ സത്യത്തിൽ ഇത് തന്നെ എത്തുന്നില്ല. അല്ല, അത് പൊളിറ്റിക്കൽ അല്ലേ ശശി? പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട വിഷയം എന്താ പൊളിറ്റിക്സ് അല്ല ഉണ്ടാവില്ല. അത് പാർട്ടിയുമായി ബന്ധപ്പെട്ടല്ല. അതിൽ പോലീസിന് എന്താ റോള്? അതല്ലല്ലോ റോള്. അതിപ്പോ ഞാൻ പരാതി കൊടുത്തിട്ട് പാർട്ടി ഞാൻ പറയാനല്ലോ ഒക്കെ പറഞ്ഞില്ലേ. പിന്നെ ഈ പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ ഈ സ്വപ്ന സുരേഷ് ഇങ്ങനെ നടന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഞാനിങ്ങനെ രാവിലെയും വൈകുന്നേരം നടന്ന് പറയുന്ന വിചാരിക്കണ്ട. ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട കോലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയേണ്ട ഒരു ഘട്ടമെന്നും അപ്പോഴും പറയും. മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഒക്കെ പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ MLA പറഞ്ഞിരുന്നത് PCCക്കെതിരെ രൂക്ഷമായി പറഞ്ഞിരുന്നു. പക്ഷെ ഈ പരാതിയിൽ നിന്ന് PCCയെ മാത്രം ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ രൂപത്തിലേക്ക് പോയിട്ട്?
ഒഴിവാക്കിയെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞു? ഞാൻ എഴുതി കൊടുത്തില്ല എന്ന് പറഞ്ഞില്ലേ? എഴുതി കൊടുത്താൽ ആരെ കാര്യമാണെങ്കിലും ഈ പാർട്ടി പരിശോധിക്കുമെന്ന് തന്നെയല്ലേ ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞത്. അത് എന്റെ കുറ്റല്ലേ? പൊതുസമൂഹത്തിന് ഈ പാർട്ടിയെ കുറിച്ചും ഇതിന്റെ സംവിധാനത്തെ കുറിച്ചും ഈ ഗവൺമെന്റിനെ കുറിച്ചും നല്ല കാര്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു തീർക്കാം. ഈ പൊതുസമൂഹത്തിന് ഈ ഗവൺമെന്റിനെ കുറിച്ച് നന്നായിട്ട് അറിയും. നിർത്താം നമുക്ക്.